നമുക്കിവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റാണ് നരേന്ദ്രമോദിയെ ഭയപ്പെടുത്തുന്നത്. എല്ലാ ദിവസവും രാവിലെ പാവപ്പെട്ടവന്റെ കയ്യിലേക്ക് പോക്കറ്റിലേക്ക് ഒരു കയ്യും വെച്ച് പെട്രോളിന് വില വർദ്ധിപ്പിച്ച് എല്ലാ നിത്യോപയോഗ സാധനത്തിനും വില വർദ്ധിച്ച് ഒരു ഉത്തരവാദിത്വമില്ലാതെ, ജനങ്ങളോട് ഉത്തരവാദിത്വമില്ലാതെ അധികാരത്തിന്റെ കാര്യനിർവഹണം നടത്തുന്ന നരേന്ദ്രമോദിക്ക് ഈ കേരളത്തിലെ ഗവൺമെന്റിനെ മര്യാദയ്ക്ക് നോക്കിക്കാണാൻ പറ്റുമോ? ഗവൺമെന്റ് എങ്ങനെ സാധാരണക്കാരന് വേണ്ടി പ്രവർത്തിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി അതിന്റെ കാര്യപരിപാടികൾ നമ്മുടെ മുന്നിലേക്ക് വന്നു. അതിനൊരു സമഗ്രമായ കാഴ്ചപ്പാടുണ്ട് എന്ന് നാടിന് ബോധ്യപ്പെട്ടു. ആ കാഴ്ചപ്പാടിന്റെ ഊന്നൽ നരേന്ദ്രമോദിയുടെ ഊന്നലല്ല. നരേന്ദ്രമോദി കോർപ്പറേറ്റ് മുതലാളിക്ക്, അദാനിക്കും അംബാനിക്കും ബുദ്ധിമുട്ട് വരുമ്പോ സഹായിക്കും. ധീരുഭായ് അംബാനി മരിച്ചു പോയപ്പോ 2 കുട്ടികളെ ഏൽപ്പിച്ചായിരിക്കാം നരേന്ദ്രമോദിക്കാം. നമ്മുടെ 2 കുട്ടികളെ നോക്കണം. നമ്മുടെ അംബാനി കുട്ടികൾ 2 അനിൽ അംബാനി, മുകേഷ് അംബാനി. ഒരു 3 ലക്ഷം കോടി അവരുടെ കയ്യിലുള്ളൂ. അതൊക്കെ ഞാൻ ഉണ്ടാക്കി ബാക്കി കോടി ഉണ്ടാക്കാൻ സഹായിക്കണം എന്നുകൊണ്ട് പേര് ഏൽപ്പിച്ചതാണ്. അവ 2ാമത്തെ കുട്ടി ചെറിയ അംബാനി കുട്ടിക്ക് പോരാ, മറ്റേ അംബാനി കുട്ടിക്കുണ്ട്, അത്രയ്ക്ക് എത്തുന്നില്ല, സഹായിച്ചു കൊടുക്കണ്ടേ? എത്രായിരം കോടിയാ റഫേൽ കുംഭകോണപ്പോ വന്നല്ലോ. ഡിഫൻസ് ഉത്പാദന മേഖലയിൽ ഒരു വിവരമില്ലാത്ത നമ്മുടെ അംബാനി കുട്ടിക്ക് വിമാനം ഉണ്ടാക്കുന്ന, യുദ്ധവിമാനം ഉണ്ടാക്കുന്ന ഫാക്ടറി തുടങ്ങാനല്ലേ അനുവാദം കൊടുത്ത സൗകര്യവും സഹായവും പണവും ഒക്കെ കൊടുക്കണേ? എന്റെ നിങ്ങളുടെ വീട്ടിൽ കുട്ടി 500 രൂപയുടെ വേണ്ട. രാജ്യത്തിന്റെ പണം ആയിരക്കണക്കിന് കോടി രൂപ കൊള്ളയടിച്ച് രാവിലെ നാട് വിട്ടു പോകുമ്പോ നമ്മുടെ മറ്റേ വിജയ് മല്യ ഉണ്ടല്ലോ, ആൾക്കാരെ വെള്ളടിപ്പിക്കുന്ന ആളായിരുന്നു, ഏറ്റവും വലിയ മധ്യരാജാവ്. ഇപ്പൊ തിരിച്ചുകൊണ്ടിരാൻ പറ്റില്ല. അവിടുത്തെ കോടതിയിൽ പറഞ്ഞത് എനിക്ക് ഇവിടുത്തെ ജയിലിൽ കിട്ടുന്ന സൗകര്യം കിട്ടണമെന്നാണ്. എന്തൊക്കെ ഡിമാൻഡാ വെച്ചിരിക്കുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ? ജയിലിലെ ടോയ്ലറ്റ് എങ്ങനെയായിരിക്കണം, ജയിലിലെ ബെഡ്റൂം എങ്ങനെയായിരിക്കണം, അതിലെ ബെഡ് എങ്ങനെയായിരിക്കണം, AC എങ്ങനെയായിരിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരിക്കണം, പിസ്ത കിട്ടുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളല്ലേ കോടതി പോയി ചോദിച്ചത്. ഇവിടുന്ന് 10,000 കോടി അടിച്ചു പോയാണ് ചോദിക്കുക പിസ്ത കിട്ടുമോ, പിന്നെ നൂഡിൽസ് ഉണ്ടാവുമെന്ന്. ഭക്ഷണത്തിന്റെ മെനു അല്ലേ വെക്കുന്നത്? ജയിലിലെ സൗകര്യങ്ങളുടെ പട്ടിക നിരത്തി ഈ സൗകര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം എന്ന് പറയുന്ന തരത്തിലേക്ക് വെല്ലുവിളിച്ചത്. എന്താ ഈ ധൈര്യം? രാജ്യത്തെ കൊള്ളയടിച്ച് പൈസ ഇട്ട് പോകുമ്പോ ഈ വിജയ് മല്യ അവസാനമായി യാത്ര പറഞ്ഞത് ഇന്ത്യയുടെ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയോടാണ്. വേറെ ഏതെങ്കിലും നാട്ടിൽ നടക്കും? 10,000 കോടി രൂപ കൊള്ളയടിച്ചാൽ നാട് വിട്ടു പോകുമ്പോ ഗുഡ് ബൈ പറയാൻ ധനമന്ത്രിയുടെ വീട്ടിൽ കാണാൻ പോകുന്ന ചരിത്രം ലോകത്തെവിടെയും നടക്കും? മോദി ഭരണത്തിലല്ലാതെ ആ കൂട്ടുകെട്ടാ. ഇവിടെ പ്രതിബദ്ധത പാപങ്ങളോടാ. ഗവൺമെന്റിന് 1ാമത്തെ മുൻഗണന വീടില്ലാത്തവർക്ക് വേണ്ടിയാണ്. എല്ലാവർക്കും വീട് കൊടുക്കാനാവുമോ എന്നാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത്. അതിനുള്ള മുൻഗണനയാണ്. ഒരു സമൂഹത്തിന്റെ വളർച്ചയിലെ ഏറ്റവും മികവാർന്ന സ്ഥലം വിദ്യാഭ്യാസമാണ്. പൊതുവിദ്യാഭ്യാസത്തിലാണ് നമ്മൾ അടിത്തറ പണിയേണ്ടത്. എന്താണ് ഈ വിദ്യാഭ്യാസ കച്ചവടക്കാർ UDFന്റെ നേതൃത്വത്തിൽ നടത്തിക്കൂട്ടിയത്? പൊതുവിദ്യാഭ്യാസത്തെ നശിപ്പിച്ചു. ആത്മവിശ്വാസത്തോടുകൂടി കുട്ടികളെ അയക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ ഉണ്ടായി. അധ്യാപകർ മോശമായിട്ടല്ല, സൗകര്യങ്ങളില്ല, ചോർന്നൊലിക്കുന്ന കെട്ടിടം, ഒട്ടും സൗകര്യമില്ല. അങ്ങേപ്പുറത്ത് ആളെ പിടിക്കുന്ന കുറെ സ്കൂളുകൾ നമ്മൾ നാട്ടിൽ തുടങ്ങി. നല്ല നല്ല കെട്ടിടം, നല്ല സാരി കൊടുത്ത ടീച്ചർ, നല്ല പെർഫ്യൂമിന്റെ മണം, അങ്ങനെ തടിയും കുട്ടികളൊക്കെ അങ്ങോട്ട് പോയി. അവിടെ ABCD ഉണ്ട്, ഇവിടെ അതില്ല. ചില ആൾക്കാർക്ക് അത് കേട്ടാൽ മതി, ABCD നാട്ടിൽ പോവാ. വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിൽ നിലവാരില്ല, തകരാറിലായില്ലേ? എന്താ ഈ ഗവൺമെന്റ് ഒന്നൊക്കെ ചെയ്തേ? ഒരു ഇന്റർനാഷണൽ നിലവാരത്തിലേക്ക്, സർവദേശീയ നിലവാരത്തിലേക്ക് നമ്മുടെ നാട്ടുപുറത്തെ സ്കൂളിനെ മാറ്റാൻ പറ്റുമോ? അവിടെ ഡിജിറ്റൽ ക്ലാസ് മുറി എന്ന സങ്കല്പം വന്നേ.
പാവപ്പെട്ടവന്റെ കുട്ടി പഠിക്കുന്ന LP സ്കൂളിനും UP സ്കൂളിനും ഹൈസ്കൂളിനും നന്നാക്കാനല്ലേ മുൻഗണന? 10,000 25,000 50,000 ലക്ഷം കൊടുത്ത് പ്രമാണിയുടെ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ കിട്ടുന്ന സൗകര്യമാണ് കർഷക തൊഴിലാളിയുടെ കുട്ടി പഠിക്കുന്ന ഗവൺമെന്റ് സ്കൂളിലെ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും കിട്ടിയത്. രാമൻകുട്ടിയുടെ കുട്ടിയുടെ വിരലിന്റെ ചൂണ്ടുവിരലുകൊണ്ടും കമ്പ്യൂട്ടറിന്റെ മൗസ് അമർത്തി വിജ്ഞാനത്തിന്റെ വാതിൽ തുറക്കാമെന്ന് ലോകത്തിനോട് കാണിച്ചു കൊടുക്കാൻ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായിയുടെ ഗവൺമെന്റിന് ഈ ഇന്ത്യ രാജ്യത്ത് ലോകത്ത് സാധിച്ചല്ലോ. ഇങ്ങനെയും കഴിയും. ഇപ്പൊ എന്താ അവിടുന്ന് കുട്ടികളെ വെട്ടിക്കൊണ്ടുപോരാ? ഞാൻ ഇപ്പൊ നല്ല വീട്ടിൽ പോയിരുന്നു. മോഡിന്റെ സാമ്പത്തിക തർക്കത്തിന്റെ കാലാണല്ലോ. ഒരാളിനൊക്കെ പൈസ കൊടുക്കാണ്ട് സഖാവ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നുള്ളൂ. ഞാൻ അയാളെ വിളിപ്പിച്ചു. അയാളെ ഇവിടുന്ന് കൊടുക്കോ? എന്താ സ്ഥിതി? അയാൾ എന്റെ കുട്ടി സ്കൂളിൽ പോയിട്ട് 6 മാസത്തേക്ക് ഇദ്ദേഹത്തിന്റെ കുട്ടിയെ ചേർന്നിരിക്കുന്നത് മാസം 30,000 രൂപ ഫീസ് കൊടുക്കുന്ന സ്കൂളിലാ. കച്ചവടം പൊളിഞ്ഞപ്പെട്ടല്ല. ആ 30,000 കുട്ടിക്ക് സ്കൂളിൽ പോകുമ്പോ വീട്ടിലിരിക്കുക. 6 മാസം വീട്ടിലിരുന്ന് 6 മാസം വീട്ടിലിരുന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, സഖാവ് ഇപ്പൊ കുട്ടിയായിട്ട് പോണില്ലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി എന്താ നല്ലത്? അപ്പൊ എന്നോട് പറഞ്ഞു, സഖാവ് പിണറായിന്റെ സ്കൂളുണ്ടല്ലോ, അവിടെ ഉണ്ടല്ലോ കമ്പ്യൂട്ടർ, അടുത്ത ജൂൺ മാസത്തിൽ ഞാൻ അങ്ങണ്ട് അയക്കാം എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ കൈയൊന്ന് പിടിച്ചു കുലുക്കി, നന്നായി, ഇങ്ങനെ വരട്ടെ. കണ്ടോ? ഇതാണ് മാറ്റം. ഈ മാറ്റല്ലേ നാട്ടിൽ വേണ്ടത്. നമ്മുടെ പുതിയ തലമുറക്ക് ആത്മവിശ്വാസത്തോടു കൂടി ഈ ദുരിതകാലത്തെ മുറിച്ചു കടക്കാനുള്ള കരുത്തുണ്ടാക്കാനല്ലേ ഗവൺമെന്റ്? അതോ കോടീശ്വരന്റെ പുത്രന് വലുതാവാനോ അമ്പാരിക്കുട്ടി നന്നാവാനോ? നല്ല മാതൃകാപരമായ പ്രവർത്തനം വന്നില്ലേ? സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താനുള്ള ഒരു മുൻകൈ വന്നില്ലേ? ആ മുൻകൈയാണല്ലോ 4 വരി പാത വേണം. കേരളത്തിലെ റോട്ടിക്ക് ഇറങ്ങാൻ പറ്റുമോ? രാവിലെ ആ പത്രം എടുത്ത് വായിച്ചു, കുന്നും വായിച്ചു. എന്താണ്? ഭാര്യയും ഭർത്താവ് റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ, ഭാര്യ ഇപ്പോഴുള്ള ബാങ്ക് ഉദ്യോഗസ്ഥ, ഒന്നിച്ചു പോകുന്നു. പിന്നിൽ വണ്ടി മുട്ടി, ആൾ മരിച്ചു, ഭാര്യ മരിച്ചു. ഇതില്ലാത്തൊരു ദിവസം ഉണ്ടാകും. കല്യാണം ക്ഷണിക്കാൻ പോണു, അപ്പിടിച്ചു, മരിച്ചു. പ്രതിശ്രുത വധു മരിച്ചു, നവവരൻ മരിച്ചു. നല്ല നല്ല ഭാവിയുള്ള ആൾക്കാരാണ് ഈ റോട്ടിൽ പൊലിഞ്ഞു പോവുകയാണ്. നല്ല റോഡുണ്ടെങ്കിൽ, വിസ്താരം വീതി ഉണ്ടെങ്കിൽ, നല്ല പരിശോധന നടത്തി വൃത്തിയായിട്ട് നമുക്ക് വാഹന ഗതാഗതത്തെ നിയന്ത്രിക്കാൻ, അപകടം കുറയ്ക്കാം. നമ്മുടെ ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി, ലീഗിലായിരുന്നു മറ്റേ വകുപ്പ്. ഏത് റോഡ്? ലീഗ് എന്ത് റോഡാ? 4 വരി 6 വരി 8 വരി തമ്മിൽ ഒരു വ്യത്യാസം കൊടുക്കില്ല. അവർക്ക് ആകെ 2 വരി മാത്രമേ അറിയുള്ളൂ. അവരെ പിടിച്ച് മന്ത്രിയാക്കിയാൽ വല്ല റോഡും വെട്ടുക. എല്ലാ റോഡും കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലേക്കും പാണക്കാട്ടെ തങ്ങളുടെ വീട്ടിലേക്കും വെട്ടി. ഞാൻ പോയി നോക്കിയപ്പോ അടുത്ത് പാണക്കാട്ടെ തങ്ങളുടെ വീടിന്റെ അവിടെ എത്തുമ്പോ 8 വരി. അതിന് അങ്ങേപ്പുറത്തൊരു പാർക്ക്, റോട്ടില് വലിയൊരു പാർക്ക്, അദ്ദേഹത്തിന് നടന്നു പോകാൻ വഴി ഒക്കെ ഉണ്ടാക്കി കൊടുത്തിരിക്കുക. നമ്മളെ ലീഗിന്റെ ഗവൺമെന്റ്, UDF, ഉമ്മൻചാണ്ടി പച്ചക്കൊടി ഉയർത്തി കയറ്റി കൊടുത്തതാണ്. അവിടുന്ന് 500 മീറ്റർ പോയാൽ പിന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ വീടായി. അവിടെ ചെന്നാലും 8 വരിക. ആ വീടിന് മുന്നിലും പാർക്കാം, ആ വീടിന് മുന്നിലും നടവഴിയാണ്. ലോകത്തെവിടെയെങ്കിലും ഇങ്ങനെ ഉണ്ടാവുമോ? 2 കിലോമീറ്ററിനുള്ളിൽ 2 നേതാക്കന്മാർ, ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ്, ലീഗിന്റെ ഇപ്പോഴത്തെ MP, മുൻ മന്ത്രി, 2 പേരുടെയും വീട് പുഴവക്കത്ത്. ആ 2 വീടിന്റെയും പുഴവക്കിൽ റോഡ് ഭംഗിയായിട്ട് വൃത്തിയാക്കി അതിന്റെ ചുറ്റും നടപ്പാത ഉണ്ടാക്കി തൂക്കുപാലം ഉണ്ടാക്കി കൊടുത്ത ഗവൺമെന്റ് ഈ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? നാട്ടിൽ കുണ്ടിച്ചടിയാൻ പഠിച്ചില്ലേ? ഇതല്ലേ ഉമ്മൻചാണ്ടി അവിടെ വെച്ച് 1 ഇഞ്ച് റോഡ് ഉണ്ടാക്കി. 1 ഇഞ്ച് റോഡ് ഉണ്ടാക്കിയില്ല. 1 ഇഞ്ച് റോഡ് വീതി കൂട്ടിയൊന്നുമില്ല. അതുകൊണ്ടല്ലേ നമ്മളെ സുധാകരൻ സാറിന് പണി കൂടിയത്. കുടി എണ്ണയല്ല പിന്നാണ് 3388 കുടി. ഇതൊക്കെ ഉമ്മൻചാണ്ടിയിൽ ഉണ്ടാക്കിയ കുടിയാ, കളപ്പണിന്റെ. തുമ്പിലുണ്ടെങ്കിൽ ഒരു നാടിനെ 4 വരി റോഡിന് സ്ഥലം എടുക്കാൻ പറ്റില്ല, കുഴപ്പമാണ്. ഇപ്പൊ 4 വരി റോഡിന് സ്ഥലം എടുത്തില്ലേ? എന്റെ നാട് മലപ്പുറത്താണ്. ഞങ്ങളുടെ നാട്ടില് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് റോഡ് അളക്കാൻ വന്നത്. അളക്കാൻ വന്ന ആൾക്കാർ ഇനി അളക്കണ്ടെന്ന് പാണക്കാട്ടെ തങ്ങൾ പറഞ്ഞു. പിന്നെ അളന്നിട്ടില്ല. തങ്ങൾ പറഞ്ഞ ദിവസം അളന്നില്ല. ഇപ്പൊ നോക്കിയ 2 മാസം കൊണ്ട് ഫുൾ റോഡങ്ങ് അളന്ന് 4 പേരുടെ സ്ഥലം അക്വയർ ചെയ്തു. ഈ നവംബർ 30 കൂടി മുഴുവൻ പണവും കൊടുക്കും. മുഴുവൻ സ്ഥലവും ഏറ്റെടുത്ത് കഴിഞ്ഞു. എന്താ ബോധ്യപ്പെട്ടത്? ഇവിടെ നിശ്ചയദാർഢ്യമുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടെന്ന് ബോധ്യപ്പെട്ടു. വർഗീയവാദികൾ പോയല്ലോ, സംഘർഷവും സമരം ഉണ്ടാക്കാനും തടുക്കാനും. ചില അവരുടെ ഒപ്പം കൂടി പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി കുറച്ച് വേറെ ആൾക്കാരുണ്ട്, അവരും പോയല്ലോ. വൈകുന്നേരം 9 മണിക്ക് കാണുന്ന ആൾക്കാരാ TV-യിൽ. അവരൊക്കെ പോയിരുന്നു, പോയ മാതിരി ഇങ്ങോട്ട് പോന്നു. റോഡ് അവിടെ ആണെന്നല്ലോ.
കുറ്റിപ്പുറം മുതൽ എവിടെ വരെ, തലപ്പാടി വരെ റോഡാണെന്ന് സ്ഥലം ഏറ്റെടുത്തിരിക്കുക. ഈ റോഡ് പണിതാൽ മതി. ഇപ്പൊ തടസ്സം ഉണ്ടാക്കാൻ നോക്കുക. റോഡിന്റെ സ്ഥലമൊക്കെ എടുത്തപ്പോ കേന്ദ്രത്തിന് തടസ്സം ഉണ്ടാക്കാൻ നോക്കുക. സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് അത് വെട്ടും ചെയ്യും. ഭൂമിയുടെ അടിയിൽ കൂടി കൊള്ള കൊണ്ടുപോകാം വടക്കോട്ട്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് LNG പൈപ്പ് ലൈൻ വരും. LNG പൈപ്പ് ലൈൻ വന്നാൽ അതിന് CNG പമ്പുകൾ ഉണ്ടാക്കാം. നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് പെട്രോൾ അടിക്കുന്നത് ഇപ്പൊ 250 റുപ്യക്ക് അടിക്കുന്ന ആള് 100 റുപ്യക്ക് അടിച്ചാൽ മതി. 200 റുപ്യക്ക് കാറിൽ പെട്രോൾ അടിക്കുന്ന ആള് 100 റുപ്യക്ക് അടിച്ചാൽ മതി. 8000 റുപ്യക്ക് ബസ്സിൽ ഡീസൽ അടിക്കുന്ന ആള് 2500 റുപ്യക്ക് അടിച്ചാൽ മതി. ഇത് ഈ സാധനം പ്രകൃതിക്ക് ബുദ്ധിമുട്ടില്ല. നമ്മളെ വീട്ടിലേക്ക് മറ്റേ പൈപ്പ് കൊണ്ട് മറ്റേത് കൊണ്ടുവരണ്ട, കുറ്റി കൊണ്ടുവരണ്ട, ഗ്യാസിന്റെ നേരെ കൊണ്ടുവന്ന് വീട്ടിൽ ഉപയോഗിക്കാം. വാട്ടർ ടാപ്പ് തുറക്കുന്നത് പോലെ ഗ്യാസിന്റെ ടാപ്പ് തുറക്കാം. ഒരു നാടിന്റെ വികസനത്തിന് ഏറ്റവും അടിത്തറയാണ് ഇതിന്റെ മുകളിൽ റോഡുള്ളത് പോലെ ശുദ്ധജല സൗകര്യം പോലെ തന്നെ ഗ്യാസ് പൈപ്പ് ലൈനുകളുടെ സൗകര്യം പരിഷ്കൃതമായ സമൂഹത്തിന് ആവശ്യമാണ്. ഇവിടെ എന്താ സമീപനം? എന്തായിരുന്നു UDFന്റെ സമീപനം? ഇത് പാടില്ല. വലിയ സമരം ഉണ്ടാക്കിയില്ലേ? ഭൂമിയുടെ അടിയിൽ കൂടി പൈപ്പ് ലൈൻ, അത് മക്കത്ത് പറ്റും മുക്കത്ത് പറ്റൂല എന്ന് പറഞ്ഞു. മുക്കത്തായിരുന്നു സമരം. മക്കത്ത് പറ്റും ഭൂമിയുടെ അടിയിൽ കൂടി, മുക്കത്ത് പറ്റൂല. വത്തിക്കാനിൽ പറ്റും, വൈപ്പിനിൽ പറ്റില്ല. ഇങ്ങനെയല്ല സമരം നടത്തി. വത്തിക്കാനിലും മക്കത്തും റോമിലും ന്യൂയോർക്കിലും ഒക്കെ ഭൂമിയുടെ അടിയിൽ കൂടി ഉണ്ടെങ്കിൽ അത് കേരളത്തിലും ഉണ്ടാക്കും എന്ന നിശ്ചയദാർഢ്യമാണ് ഇടതുപക്ഷ ഗവൺമെന്റിന്റേത്. അത് പൂർത്തീകരിക്കാൻ പോവുക. ആ പൈപ്പ് ലൈൻ നാടിന് വികസനം വരിക. അടിസ്ഥാന സൗകര്യ മേഖലയിൽ കൃത്യമായ നിലപാടല്ലേ? കൃഷിയും വ്യവസായവും തൊഴിലും പാർപ്പിടവും ശുദ്ധജലവും അടിസ്ഥാന സൗകര്യ വിപുലീകരണവും വിദ്യാഭ്യാസവും ആരോഗ്യവും മനുഷ്യനന്മയുടെ എല്ലാ വാതിലുകളും ഒരുമിച്ച് തുറന്ന് 3.25 കോടി ജനങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കാൻ കൊച്ചു സംസ്ഥാനമായ കേരളം നടത്തുന്ന വലിയ പരിശ്രമങ്ങളില്ലേ ഇപ്പോ? ഇതുവരെ സഹിക്കുന്നില്ല. ഇത് പറ്റില്ല. ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ എവിടെ എത്തും? നരേന്ദ്രമോദി അവിടെ മൊരാളെ സഹായിക്കുമ്പോ ഇവിടെ എങ്ങനെ മുന്നോട്ട് പോയാൽ എവിടെ എത്തും? ഇതാണ് ആശങ്കപ്പെടുത്തുന്നത്. അവിടെയാണ് ഇടതുപക്ഷത്തെ തകർക്കണം എന്ന സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. അതിനോടുള്ള പദ്ധതി ആലോചിക്കുക. ഒന്ന് മഴ പെയ്തു, അതോടുകൂടി ചെന്നിത്തലയ്ക്ക് സന്തോഷമായി. ഇനി എത്ര പെയ്യും? നമ്മൾ ആലപ്പുഴ ഒരാളാ, നല്ല കഥറപ്പെട്ട് രാവിലെ എണീക്കും, വൈകുന്നേരം ആവുന്നത് വരെ എന്തെങ്കിലും വിഡ്ഢിത്തരം പറയും. ഒരു രാവിലെ പറഞ്ഞു, എന്താണ് വെള്ളം പൊന്തി. വെള്ളം പൊന്തി നമ്മളൊക്കെ കണ്ടല്ലേ? നമ്മളൊക്കെ വെള്ളപ്പൊക്കം കണ്ടല്ലേ? ഭയങ്കര വെള്ളപ്പൊക്കം. നമ്മളെല്ലാം പോയിരുന്നു. വെള്ളപ്പൊക്കം, അതിന്റെ കൂടെ കുന്നിടിച്ചിൽ. ഞാൻ താമസിക്കുന്ന തൃശ്ശൂര് നമ്മളെ കൊണ്ട് 10 കിലോമീറ്റർ അപ്പുറത്ത് നല്ല റോട്ടില്, കാട്ടിലൊന്നുമില്ല, റോട്ടിൽ ഒന്ന് കുന്നിടിഞ്ഞ് 23 ആള് വെച്ച്. 23 ആള്. ഒരുപാട് ആൾക്കാർ കുന്നിടിച്ച് മരിച്ചു. അപ്പൊ ചെന്നിത്തല പറയാം, അണക്കെട്ട് തുറന്നു വിട്ടിട്ടാണ് കുന്നിടിഞ്ഞത്. അല്ല, വെള്ളപ്പൊക്കം ഉണ്ടായതോടെ, പ്രളയം ഉണ്ടായതോടെ അണക്കെട്ട് തുറന്നു വിട്ടിട്ടാണോ കുന്നിടിയ? ഇവിടെ വെള്ളത്തിൽ വീണാലും മരിച്ചല്ലോ കേരളത്തില്. വെള്ളം ധാരാളം പൊന്തി, നമ്മളൊക്കെ ഭയപ്പെട്ടു. പക്ഷെ ആരും വെള്ളത്തിൽ കൂടി മരിച്ചില്ല. ചില ആൾക്കാർ പറഞ്ഞു, വെള്ളത്തിൽ ഇതാ മൃതശരീരം ആയിരക്കണക്കിന് ഇപ്പൊ പൊന്തും. TV-കാരൊക്കെ റെഡിയാക്കുന്നു, ഇപ്പൊ പൊന്തും. എവിടെ പൊന്തി? എവിടെയും പൊന്തിയില്ല. കാരണം എന്താ? ആ വെള്ളത്തിൽ വീഴുന്നവന്റെ മതമേത്, ജാതി ഏത്, വീടേത്, നാടേത്, സ്ത്രീയാണോ പുരുഷനാണോ എന്നൊന്നും ആരും നോക്കിയില്ല. ഈ കേരളത്തിൽ മതജാതി ബോധത്തിന്റെ മുകളിൽ മനുഷ്യത്വം നിലനിൽക്കുന്നു എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ മനുഷ്യനെയും ഉയർത്തിയ, കൈപിടിച്ച് വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ ഉയർത്തിപ്പിടിച്ച ഒരു മഹാസംസ്കാരം നമ്മുടെ നാട് ലോകത്തിന്റെ മുന്നിലേക്ക് ഉയർത്തിപ്പിടിച്ചു കൊടുത്തു. ആ സംസ്കാരത്തിന്റെ മുന്നിലാണ് തളർന്നിരിക്കുന്നത് ചെന്നിത്തല. അനുചു സഹിക്കുന്നില്ല. ഇതെങ്ങനെ സഹിക്കുക? ഇങ്ങനെ ഒരു നാടുണ്ടോ? ഇങ്ങനെ ഉണ്ടാൻ പാടുണ്ടോ? ലോകത്തിനൊരു വിസ്മയം ഉണ്ടായത്. അമേരിക്കയിൽ ഇതേ കാറ്റുണ്ടായി. ഇതിനേക്കാളും കുറഞ്ഞ കാറ്റായിരുന്നു. വെള്ളം പൊത്തി, എല്ലാരും ഓടി തടിയെടുത്ത്. അടുത്ത വീട്ടുകാരനെ സംരക്ഷിക്കാനൊന്നും ആരും നോക്കിയില്ല. അവനവൻ ഓടി, കിട്ടിയ കാറിനെടുത്ത് അവൻ പോയി, ബാക്കിയുള്ള കക്കാൻ പോയി. ആയിരക്കണക്കിന് വീടുകൾ പൊട്ടിച്ചോണ്ട് പോയി, ഉള്ളതൊക്കെ എടുത്തുകൊണ്ടുപോയി. ഇവിടെ ഒരാളെ വീട്ടിൽ നിന്ന് അവസാനം എടുത്തുകൊണ്ടുപോയാ. ഇവിടെ വീട് കൂട്ടിപ്പോയാൽ തിരിച്ചു വന്നപ്പോ ഒരു വീട്ടിൽ നിന്ന് എന്തെങ്കിലും ആരെങ്കിലും എടുത്തോണ്ട് പോയോ? ആ വീടിൽ ഒരു കാവൽക്കാരനുണ്ട്. ആ കാവൽക്കാരന്റെ പേരാണ് പിണറായി വിജയൻ. പേടിച്ചു നിൽക്കും കള്ളനിവിടെ ഈ കേരളത്തിൽ. ആർക്ക് കാണിക്കുന്നതിന്? ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനമുണ്ട്, ഈ നാടിനൊരു മഹാസംസ്കാരമുണ്ട്. അത് ചെന്നിത്തല ഉണ്ടാക്കിയതല്ല, ഓ രാജഗോപാലിന്റെ വകയല്ല,
മരിച്ചു വീണ പോരാടി വീണ പുനഃപ്രവേശ സഖാക്കളുടേതാണെന്ന് ലോകത്തോട് വിളിച്ചു പറയേണ്ട കാര്യമാണിത്. അതാണ് സഹിക്കാൻ പറ്റാത്തത്. ഈ നാടിന്റെ ഒരു വലിയ സംസ്കാരത്തിന്റെ മുന്നിൽ ഈ വലതുപക്ഷക്കാർ ഭയവിഹുലരായിരിക്കും. ഇങ്ങനെയൊക്കെ സാധിക്കുമോ? ഇങ്ങനെ ഒരു പരീക്ഷ എടുക്കാനാവോ? അതിനാണ് ബേജാറായി നിൽക്കുന്നത്. ഇവിടെ വെള്ളം വന്നപ്പോ ചെന്നിത്തല അവരുടെ വരട്ടിയ പട്ടാളം, മമ്മൂട്ടി കൊണ്ട് പട്ടാളായിട്ട് ഒരു സിനിമയിൽ ഞാൻ കണ്ട്. ഒരു പാമ്പ് വന്നപ്പോ പെരപ്പുറത്ത് കയറിക്കുന്നു. ചെന്നിത്തലന്റെ വിചാരം അതാ. ആ സിനിമ ചെന്നിത്തലം കണ്ടിട്ട് അതുകൊണ്ടാണ് പട്ടാളത്തിന് വിളിച്ചത്. എന്താണ് വല്ല പാമ്പേറ്റ വന്നാൽ പിടിക്കാൻ ഒരാളുണ്ട്. അതുകൊണ്ട് മമ്മൂട്ടി പട്ടാളം വരട്ടെ, ചെന്നിത്തല നല്ല വിവരമുണ്ട് ചെന്നിത്തലയ്ക്ക്. പട്ടാളത്തിന് കൂടെ എന്താ വഴി അറിയോ? ആ പറഞ്ഞു കൊടുക്കാൻ ആളുണ്ട്. പിണറായി എന്തായിരുന്നു? പട്ടാളം, 3 തരം പട്ടാളം: ആർമി, നേവി, എയർഫോഴ്സ്. ഏത് പട്ടാളത്തിന് വിളിക്കാം, തെറ്റില്ല. കോസ്റ്റ് ഗാർഡ് അതും വിളിക്കാം. നമ്മുടെ പോലീസ് അതിനും വിളിക്കാം. നമ്മുടെ വളണ്ടിയർമാർ, ജനങ്ങൾ, അവർ വരട്ടെ. നമ്മുടെ മത്സ്യത്തൊഴിലാളി അവർ പ്രത്യേകം വരട്ടെ. എല്ലാവരും വന്നപ്പോഴോ ആൾക്കാരെ രക്ഷപ്പെടുത്തി. ചെന്നിത്തലന്റെ പട്ടാളം മാത്രമായിരുന്നെങ്കിൽ പട്ടാളക്കാരെ തന്നെ വന്നു. ഈ ജാതി മണ്ഡലത്തിൽ നിങ്ങൾ പറയുന്നത് ഇവിടെ ഉണ്ടായിട്ട് ഒരു പ്രളയം വന്നപ്പോ ജനങ്ങളെ രക്ഷിക്കുക ഗവൺമെന്റിന്റെ മുൻകൈയാണ്. കേന്ദ്രം മോഡി ആയപ്പോഴും കോൺഗ്രസ് ആയപ്പോഴും കേരളത്തോട് നീതി പുലർത്തിയിട്ടില്ല, കേരളത്തെ സഹായിച്ചിട്ടില്ല. അതൊരു അനുഭവമാണ്. നമ്മളുടെ ഒരു കരുത്തുണ്ടല്ലോ ഈ നാടിന്റെ, അതും വെച്ചാൽ നമ്മൾ മുന്നോട്ട് വന്നത്. നമ്മുടെ സാമൂഹ്യ പരിഷ്കരണങ്ങളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നത്. എന്താ ചെയ്ത്? ഒരു 100 കോടി മറ്റേ രാജ്നാഥ് സിംഗ് വന്നപ്പോ അപ്പൊ തന്നെ ഞാൻ കണക്കൂട്ടിയിട്ടുണ്ട്. നരേന്ദ്രമോദി വന്നല്ല 500 കറക്റ്റാ. 100, 500 പ്രമാണിത്വം. ആഭ്യന്തരമന്ത്രിക്ക് 100, പ്രധാനമന്ത്രിക്ക് 500, 600 കോടി. അതിന്റെ ശേഷം ഒരു ഉൾപ്പെട്ടിട്ടുണ്ടോ? വെള്ളപ്പം ഇവിടെ താഴെ അറബിക്കടലിലായി മാസം 3ആയി. ഒരു ഉൾപ്പെട്ടിയ 1 രൂപ തന്ന ഇതുവരെ തന്നിട്ടില്ല. 1 രൂപയും തന്നില്ല. ഇവിടെ ഇന്നലെ പ്രഖ്യാപിച്ചില്ലേ, എല്ലാ വീടിനും 4 ലക്ഷം രൂപ കൊടുക്കുന്ന പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗവൺമെന്റ് പുനർനിർമ്മാണത്തിന് 4 ലക്ഷം. വെള്ളപ്പം ആന്ധ്രയിൽ വന്നല്ലോ കഴിഞ്ഞ ആഴ്ച. ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡു കൂടെ പ്രഖ്യാപിച്ചു കേടുന്ന വീടിന് 1000 രൂപ കിട്ടുന്ന. 1000 രൂപ. ഇവിടെ 1000 രൂപ എന്ന് പ്രഖ്യാപിച്ച് ആരെങ്കിലും വഹിക്കൂ? 1000 രൂപയാണ് ഇവിടെ. തെലുങ്കാന മറ്റേ ആന്ധ്രയിലെ വെള്ളപ്പൊക്കത്തിന് ദുരിതാശ്വാസം പാവങ്ങൾക്ക് ഒരു വീട്ടിലേക്ക് ഇവിടെ മുറ്റത്തു കൂടി വെള്ളം പോയവർക്ക് 10,000 കൊടുത്തു. 7 ലക്ഷം ആക്കാം 10,000 വീതം കൊടുത്തിരിക്കുന്നു കേരളത്തിൽ. ആർക്കെങ്കിലും കൊടുക്കാനുണ്ടോ? വീടില്ലാത്തൊരു പട്ടികൾക്ക് കൊടുക്കുകയാണ്. ഒരു ക്രൗഡ് ഫണ്ടിങ് പ്രോഗ്രാം കൊണ്ടുവരണം. എന്തെല്ലാം നിലയിൽ കിട്ടാവുന്നത് നമ്മൾ സമ്മാനിക്കാണ് പദ്ധതി ഇറക്കി. നമ്മുടെ ജനങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞപ്പോ എന്താ കൊടുത്തേ? 2000 കോടി റുപ്യാണ് സാധാരണ ജനങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുത്ത്. 2000 കോടി എല്ലാവരും കൊടുത്തില്ല. വീട്ടിൽ എന്തായാലും ഒരു വരുമാനമുള്ളവരൊക്കെ അവനായിട്ട് ഒരു മാസത്തെ കാശ് കൊടുത്തല്ലോ. ഒരു മാസത്തിലേ കൊടുത്തത്. എന്റെ വീട്ടിലൊരു റിട്ടയർ ചെയ്ത ഒരാൾ വന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ, ഭാര്യന്റെ ചേച്ചി, 3 ആളുടെ പെൻഷൻ, മകന്റെ ശമ്പളം, മരുവോടെ ശമ്പളം, 2.25 ലക്ഷം റുപ്യ ഒരു മാസത്തെ വരുമാനം. അത് ഞങ്ങള് ഏതെങ്കിലും മന്ത്രിയുടെ കൈ കൊടുത്താൽ സന്തോഷം ഉണ്ടായിരുന്നു. ഓ ആയിക്കോട്ടെ, മന്ത്രിമാർ റെഡിയിപ്പിക്കുക, കൊടുത്തു. പെൻഷനാണല്ലോ, 3 ആൾ പെൻഷനാണല്ലോ. എന്റെ അടുത്ത് തന്നെ അടുത്ത കുട്ടി എടുത്ത് കണ്ടപ്പോ അടുത്ത കുട്ടി 6 പെൻഷൻകാരാ ഒരുമിച്ച് വന്നു. എല്ലാവരും പൈസ ഉണ്ട്. എത്ര ആള്? അതല്ലേ നമുക്ക് 12,000 കോടി കിട്ടിയത്. നല്ല മുന്നേറ്റല്ലേ? അപ്പോഴാണ് നമ്മുടെ സംസ്ഥാന ജീവനക്കാര് ഒരു സാലറി ചാലഞ്ച് നടത്തട്ടെ മുഖ്യമന്ത്രി. സർക്കാർ സർവീസിലാണ് ജോലി ചെയ്യുന്നൊക്കെ പറഞ്ഞ എന്താ? ഒരു 20 വയസ്സിൽ ജോലി കിട്ടിയാൽ 55 വയസ്സിൽ പെൻഷൻ ആകുമ്പോൾ 35 കൊല്ലത്തെ ഇത് കിട്ടും ശമ്പളം. പിന്നെ കേരളത്തിലൊന്നും ഇപ്പൊ ഒരു എത്ര വയസ്സിലാണ് മരിച്ചാലേ പറയാൻ പറ്റും. പണ്ടത്തെ മരണമൊക്കെ തോന്നിപ്പോ പണ്ടൊക്കെ 60 വയസ്സായി മരിച്ചു. ഷഷ്ടിപൂർത്തിപ്പുണ്ടോ? ഷഷ്ടിപൂർത്തിയത്തില്ല. സപ്തതിയുണ്ടോ? അതുമില്ല. അതിന്റെ മേലക്കുള്ളതേ ഉള്ളൂ. 90 കഴിഞ്ഞാലേ ആൾക്കാരോട് പറയുള്ളൂ. അതുവരെ മുടി കറുപ്പിച്ചെടുക്കാം. കൈയൊക്കെ വീശ പാൻറ്റെടുത്ത് പോകേണ്ട പട്ടാളക്കാരൻ മാർച്ച് ചെയ്ത് പോകുന്ന
89.75 90,000 ആഘോഷിക്കും. ഇതവിടെ കേരളം അതുവരെ പെൻഷൻ കൊടുത്തെടുത്തോ? നിങ്ങളൊന്ന് ആലോചിക്കൂ. 55 വയസ്സിൽ പെൻഷൻ പോയിട്ട് 5 വയസ്സ് കുറയ്ക്കാൻ നമുക്ക് ഒരു 30 കൂടി കൂട്ടുക. 30 കൊല്ലത്തെ പെൻഷൻ, 35 കൊല്ലത്തെ സർവീസ്. ഇപ്പൊ ശമ്പളം എത്രയാ? 10ാം ക്ലാസ് TTC മാഷ് പെൻഷൻ ആവണമെന്നത് ശമ്പളം 90,000 രൂപ. പെൻഷൻ ബെനിഫിറ്റ് 60 ലക്ഷം. മാഷന്മാരിത് പറയില്ല, സംഭവം സത്യ. അതിന് കുറച്ച് മറ്റു പിടിവൊക്കെ ഉണ്ടാവും. ഒരു പോട്ടെ, ഇവര് കൊടുത്തു അടച്ചു നോക്കിയിട്ട് അത്യാവശ്യം കാശുണ്ടാവും കേരളത്തില്. ഞാൻ പറഞ്ഞല്ല, അമർത്യാസൻ പറഞ്ഞ. ഞാൻ പറഞ്ഞ പിന്നെ ഞാൻ പറഞ്ഞ തെറ്റാൻ പറയാം. അമർത്യാസനല്ലേ പറഞ്ഞത്. അമർത്യാസനെക്കാളും വലിയ സാമ്പത്തിക ആശ്രയിച്ചില്ല. കഴിഞ്ഞ 55 കൊല്ലക്കാലത്ത് ഈ 70 കൊല്ലത്തെ സ്വാതന്ത്ര്യത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വർദ്ധിച്ചത് അധ്യാപകർക്കാണ്. അവിടെ ഒരു മാഷുമാരുടെ വിരോധം തന്നരുത്. നല്ല നല്ല പഠിപ്പുള്ളവരൊക്കെ മാഷാവണം, എന്നാലും നമ്മളെ കുട്ടികൾക്ക് പേരുണ്ടാവുള്ളൂ. അത് മനസ്സിലായിക്കൊണ്ടേ. ശമ്പളം കിട്ടുന്ന മാഷോട് വിരോധം വേണ്ട. 1ാം റാങ്ക് കിട്ടിയ മാഷാവട്ടെ, കുട്ടീനെ പഠിപ്പിക്കട്ടെ, നമ്മളെ കുട്ടിക്ക് വിജ്ഞാനം ഉണ്ടാവട്ടെ, അതിനൊക്കെ നല്ല ശമ്പളം കൊടുക്കണം. അതാണ് സമീപനം. അപ്പൊ ഈ 80-70 കൊല്ലത്തെ 25 കൊല്ലത്തെ പെൻഷനും 35 കൊല്ലത്തെ സർവീസും കൂട്ടിയാൽ 60 കൊല്ലം. 60 കൊല്ലത്ത് വരുമാനം കൂട്ടി വയ്ക്കുന്നത് എത്ര കോടിയാണ്? 60 കൊല്ലം തന്നെ എത്ര മാസം കൂട്ടിക്ക്? അവത് കൂട്ടുണ്ട്. 720 മാസം കഴിഞ്ഞു. അതിലൊരു മാസത്തെ പൈസ ഒക്കെ ചോദിക്കുന്നത്. 720 മാസം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയ കാശാണ് ശമ്പളം കൊടുത്ത്. അതിനൊരു മാസം ഇങ്ങോട്ട് തെറ്റേ വെള്ളം പൊന്തിച്ച് നാട് കുടുങ്ങിച്ച് എല്ലാം തകർന്നിട്ട് ഇത്രയധികം പൈസ തന്നെ ഒരു മാസത്ത് 10 ഇൻസ്റ്റാൾമെന്റ് നമുക്ക് ഒരുമിച്ചേർത്ത ഇത്ര നല്ലൊരു നിർദ്ദേശമല്ലേ നമ്മുടെ മുഖ്യമന്ത്രി വെച്ച്? ആ നിർദ്ദേശത്തെ എതിർക്കാൻ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ. 1ാമത്തെ ആള് ആരാ? ചെന്നിത്തല. എന്ത് ചെന്നിത്തല? എന്ത് പ്രതിപക്ഷ? എന്ത് പ്രതിബദ്ധത സമൂഹത്തോട്? ഇത്ര നിഷേധാത്മകമായ സമീപനം കേരളീയ പൊതുസമൂഹത്തോട് രാജ്യത്തിന്റെ ഏറ്റവും പ്രയാസം നേരിട്ടൊരു മുഹൂർത്തത്തിൽ സ്വീകരിക്കാൻ ചെന്നിത്തലക്കും ഇന്നത്തെ കോൺഗ്രസിനുമല്ലാതെ മറ്റാർക്കെങ്കിലും സാധിക്കും? അതിനാളെ പിടിക്കാൻ നടക്കുക, അതിന് ക്യാൻവാസ് ചെയ്യാൻ നടക്കുക, അതിന് കേസ് കൊടുക്കാൻ നടക്കുക ഹൈക്കോടതി. ഇത്ര അപമാനം ഇവരെ കുറിച്ച് ആലോചിച്ചാൽ അപമാനിക്കാനല്ലാതെ അഭിമാനിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഇവരുടെ പൊതുജീവിതത്തിൽ? കരുണാകരന്റെ ആ നാക്കിലയിൽ വിളമ്പിയ വലിയ സദ്യയിലെ വട്ടസദ്യയിലെ 21ാമത്തെ ഇനത്തിനപ്പുറത്തുള്ള വലിയ പപ്പടത്തിന്റെ ഒരു മൂല പൊട്ടിച്ച് കഴിച്ച് വിപ്ലവം നടത്തിയ ചെന്നിത്തലയ്ക്ക് മനുഷ്യന്റെ വികാരം എന്താണ്, പ്രയാസം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വെട്ടിപിടിച്ച് നേതാക്കന്മാരായവർ, കാലു പിടിച്ച് നേതാക്കന്മാരായവർ, തപാൽ വഴി നേതാക്കന്മാരായവർ, അവരാണ് ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം. അതിന്റെ ദുരന്തം അനുഭവിച്ചു തീർക്കുകയാണ് ഈ നാട്. കണ്ടില്ലേ ഇപ്പൊ? ഇതല്ലേ സമീപനം? പ്രളയത്തോടുള്ള സമീപനം എന്താണ്? രാജ്യത്തിന് വന്നൊരു മഹാമാരിയോട് മഹാദുരിതത്തോടുള്ള സമീപനം എന്താണ്? ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഗവൺമെന്റാണ്, ഇടതുപക്ഷ ഗവൺമെന്റാണ്, ജനങ്ങൾക്കൊപ്പം നിന്ന സഖാക്കളാണ് ഗവൺമെന്റിൽ. ആ വിശ്വാസ്യതയാണ് ലോകത്ത് അങ്ങോളം ഇങ്ങോളമുള്ള മലയാളികൾ. മലയാളികളുടേത് ഒരു മഹാസംസ്കാരമാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരുപാട് മുഹൂർത്തങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോയി. എല്ലാവരും ഒരുമിച്ച് റിലീഫ് പ്രവർത്തനം നടത്തി. ഒരാളുടെയും മതവും ജാതിയും നോക്കിയില്ല. ഇപ്പോ ഈ കേരളത്തെ നിർമ്മിക്കുക എന്ന പ്രക്രിയയിലും അതേ സമീപനം സ്വീകരിച്ചിരിക്കുകയാണ്. ഇതുവരെ ഭയപ്പെടുത്തുകയാണ്. ഇടതുപക്ഷത്തിന്റെ ഈ നന്മ നിറഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഗവൺമെന്റിന്റെ പ്രവർത്തനം ഏറ്റവും വലിയ ഭയപ്പാടോടുകൂടിയാണ് കേന്ദ്ര BJPയും നമ്മുടെ കോൺഗ്രസുകാരും നോക്കിക്കാണുന്നത്. അതുകൊണ്ടാണ് ഓരോ ഇഞ്ചിലും ഈ ഗവൺമെന്റിനെ തകർക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്നത്. അങ്ങനെ പ്രളയമൊന്ന് പോയി, മണലൊന്ന് പൊന്തി. നിങ്ങൾ കണ്ടോ? പഴയ പുഴയിലൊക്കെ, ഞാൻ ഭാരതപ്പുഴ അടുത്ത് താമസിക്കുന്നതാണ്, പുഴയിലൊക്കെ പോയ മണലൊക്കെ തിരിച്ചു വന്നു. ഞാൻ തന്നെ അവിടെ നിന്ന് നിർത്തി, വൈകുന്നേരം പോന്ന് ഇറങ്ങി നടന്നു. പുതിയ ബീച്ച് മണൽ വന്നിരിക്കുക, പോയ മണലൊക്കെ തിരിച്ചെത്തി. എന്തൊരു സന്തോഷം! അത് പെരിയാറ് കാണാണ്ട്, പല സ്ഥലത്തും കാണാണ്ട്. പണ്ടി കോഴി വേസ്റ്റ് ഇട്ടിട്ടേ ഭയങ്കര നാറ്റ് നടക്കാൻ പറ്റി, അതൊക്കെ കടലിലെത്തി. അതിനൊരു സമാധാനം ഇപ്പൊ കേരളത്തിൽ കൂടി നടന്നു നോക്കിയേ. കോഴി വേസ്റ്റിന്റെ മണം പോയി, അറിയില്ലേ? എന്താ ശരിക്കും ശ്രദ്ധിച്ചാൽ മതി. രാവിലെ നാളെ ഇറങ്ങി നോക്കും. പണ്ടത്തെ മണപ്പില്ല, എന്തായിരുന്നു? പ്രളയത്തിൽ പോയി. ഒരാശ്വാസം, അതൊരാശ്വാസം. ഒരുപാട് വിഷമം, ഒരാശ്വാസം. ജനങ്ങള് റിലീഫ് ഫണ്ടൊക്കെ കൊടുത്ത് പിണറായി അതിങ്ങനെ എടുത്ത് കാര്യമായിട്ട് സഹായിച്ച് എങ്ങനെ മെച്ചപ്പെടുത്താമെന്നൊക്കെ ആലോചിച്ച്, റോഡൊക്കെ മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിച്ച്, വീടൊക്കെ മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചു. മനോരമ മാതൃഭൂമി പത്രത്തിൽ നോക്കി വെള്ളം പൊന്തിയപ്പോൾ ഉള്ള ദിവസം, അതിന്റെ ചിത്രം, ഇപ്പോഴുള്ള ചിത്രം. എന്തൊരു സന്തോഷ! വെള്ളമൊക്കെ ഇങ്ങനെ പൊന്തിയ വീടൊക്കെ പോയി നന്നായിട്ട് ഇങ്ങനെ നിൽക്കല്ലേ. എന്ത് തിളക്കം! ഫ്രഷ് പെയിന്റ് ഒക്കെ അടിച്ചിരിക്കുക. വളരെ നന്നായി. ആരും ബുദ്ധിമുട്ടുന്നില്ല. വളരെ കുറച്ച് ആൾക്കാരെ കൈനകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി.
അതൊക്കെ ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ അംഗീകരിക്കണം. ബാക്കിയൊക്കെ നോക്കിയാൽ മൊത്തം രക്ഷപ്പെട്ടു പോകുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? അപ്പോഴാണ് സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചത്. അതോടുകൂടി സന്തോഷമായി. കുടുങ്ങി നടക്കുന്നൂടെ ചെന്നിത്തല വീട്ടിൽ ചെന്ന ഭാര്യ ചോദിക്കാം, നീന്തപ്പത് സൈക്കിളിന്റെ സ്റ്റേറ്റുകാർ സ്വപ്നം കണ്ടിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാ. KPCC ഒരുപാട് തർക്കമൊക്കെ കഴിഞ്ഞിങ്ങനെ വന്നാണ്. ഒരു 3-4 ആൾക്കാരെ ഇവിടെ ഇറക്കി. ആ തിരുവനന്തപുരത്ത് വേണ്ടി കാണാം, വലിയ വലിയ ഫ്ലക്സാ. പിണറായിന്റെ വീട് മുതൽ സെക്രട്ടേറിയറ്റ് വരെ ഫ്ലക്സ്. സുധാകരന്റെ അങ്ങേപ്പുറത്ത് മുല്ലപ്പള്ളി, അതിന്റെ അങ്ങേപ്പുറത്ത് മറ്റേ സ്ഥാനവാസി, അതിന്റെ അങ്ങേപ്പുറത്ത് മറ്റേ നമ്മളെ അവിടെ ഉള്ളൊരു സുരേഷ് കുടിക്കുന്നി. എല്ലാ ചങ്ങാതിമാരുണ്ട് ഇങ്ങനെ തടിച്ച് കൊഴുത്ത് ഇങ്ങനെ വലിയ വലിയ ഫ്ലക്സ് കയറി, 100 കണക്കിന് ഫ്ലക്സ്. 2 സ്കൂൾ കുട്ടികള് ബസ് എത്തിക്കണം നിലവരോടെ കാത്തുന്ന അവിടെ മെസ്സിന്റെ ചിത്രമായിരുന്നു. ആ സ്ഥലത്തായി ഇത് നമ്മളെ പഞ്ചപുസ്തകത്തിനാണോ ഈ മെസ്സി, അദ്ദേഹത്തിന്റെ ചിത്രം ഇട്ടത് അടുത്തായി സുധാകരന്റെ ഇത്രേ കുട്ടി വെച്ച് ഇയാൾ ഏത് ടീമിലാണ് കളിക്കുന്നത്? കുട്ടിക്കാണിപ്പത് എന്താണപ്പോ എന്ത് KPCC കുട്ടിയായിട്ട് പന്തലിക്കാരെ ചിത്രം മാത്രമേ വെക്കുള്ളൂ. അയൽമാരൊന്നും ഉണ്ടാകാൻ വെച്ചിരിക്കാണ്. ഒക്കെ നല്ല കത്തിവേഷം പറയാൻ നിൽക്കില്ലേ, നല്ല മനുഷ്യന്മാരാ. പക്ഷെ ആ ചിത്രം കണ്ടപ്പോ എനിക്കൊരു സംശയം. നേരെ കേരളത്തിൽ KPCC ഒക്കെ ഇറക്കിയിരിക്കുക. വേറൊക്കെ കൂടി ഇങ്ങനെ പണി ചാട് നടക്കുമ്പോഴാണ് ഏത് ശബരിമല ഒരു വിധി സുപ്രീം കോടതിയിൽ. വിധി വായിച്ചിട്ട് മനസ്സിലാവായിട്ടുണ്ടോ അറിയില്ല. അത് ഇറങ്ങി അന്ന് ഇവരെല്ലാവരും സ്വീകരിച്ചു, സ്വാഗതം ചെയ്തു. അതൊരു ഗുണം. വായിക്കാണ്ട സ്വാഗതം ചെയ്യുന്ന പരിപാടിക്ക് വെക്കും. സ്വാഗതം പിറ്റേന്ന് മാറ്റിയപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത് വായിക്കലില്ല. വായന കുറവാണ്. ആരോ വായിക്കുന്നത്? മനോരമേന്റെ 1-ാം പേജ് മാത്രം ഒന്ന് വായിച്ചു നോക്കും, പിന്നെ കൂട്ടും. ഇതാ പരിപാടി. വേറൊന്നുമില്ല. കുറച്ച് പൗഡർ കുടിക്കുക, പൂശുക, മറ്റേ കട്ടനീലം, ഉജാല, സ്റ്റിഫൻ ഷൈൻ, പിന്നെ മറ്റേത് അലിയിച്ച് കളയുന്നല്ലേ, ചളി അലിയിച്ച് കളയുന്ന പറഞ്ഞ ആ സാധനത്തിന് മുക്കിയിട്ട് നന്നായിട്ട് സ്പിരിറ്റ് ഇങ്ങനെ നടക്കന്നെ കുറച്ച് ചങ്ങാതിമാര്. അതുകൊണ്ട് എന്ത് സംഭവിച്ചത് നോക്കിയപ്പോ എന്താ, പിറ്റേന്ന് രാവിലെ BJP-കാരൻ പ്രസ്താവന വരുന്നു. എന്താണ്? ശബരിമല ഉറപ്പാക്കുന്നത്. സന്തോഷമായി ചെന്നിത്തലയ്ക്ക്. നോക്കൂ, ഇരട്ട വെറ്റ കുട്ടികളെ പോലെ ശ്രീധരൻ പിള്ളയും ചെന്നിത്തലയും നിങ്ങൾ നോക്കിയ ഒരു ടിൻസ് തോന്നില്ലെങ്കിൽ എനിക്കോ നിങ്ങൾക്കൊന്നില്ലെങ്കിൽ ഞാൻ ഒന്നും പറയുന്നില്ല. എനിക്കോ ഇരട്ട കുട്ടികളാണ്. ഇരട്ട കുട്ടിയൊക്കെ എങ്ങനെയാ നിങ്ങളുടെ വീട്ടില്? ഒരു കുട്ടിക്ക് പനി വന്നാൽ അടുത്ത കുട്ടിക്ക് പനി വരും. നോക്കിയില്ല? ഇരട്ട കുട്ടികളെ അങ്ങനെയാണ്. ഒരുത്തിന് പനി വന്നാൽ അതിന് പനി വരും. അതിന് മൂക്ക് വെച്ചാൽ തിന് മൂക്ക് വലിക്കും. ഉറപ്പാണ്. അതിന് നീലൊക്കെ പഴച്ചാൽ തിന്നീലൊക്കെ പറ്റുമെങ്കിൽ തല്ലിപ്പിടി അവിടെ. ഇരട്ട കുട്ടികളുടെ വിരോധം കൊണ്ട് പറയില്ല ഞാനൊന്ന് സ്നേഹം കൊണ്ടും കൗതുകം കൊണ്ടും പറഞ്ഞാണ്. ഞാൻ അങ്ങനെ വിചാരിക്കരുത്. ആ സഹ പറഞ്ഞ ഇരട്ട കുട്ടികളെ കുറ്റം പറഞ്ഞല്ല. പക്ഷെ ഇത് സഹിച്ചൂടാ ഈ ഇരട്ട കുട്ടികളെ. മനസ്സിലായോ? ശ്രീരാമപിള്ള മീശപ്പിടിച്ച് പേടിപ്പിക്കാം പിണറായി. അപ്പൊ ഞാൻ പുറത്ത് ചെന്നിത്തല അത്ര വലിയ മീശല്ല, ഔട്ടറൊക്കെ ഇട്ടു. നോക്കി ഒരേ സ്വരം ദൂരത്ത് നിന്നിട്ട് മനസ്സിലാക്കുന്നില്ല താരം സംസാരിക്കുന്നത്. രണ്ടാളും ഒരേമാതിരി സംസാരിക്കുന്നത്. എന്താണ്? സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ പാടില്ല. ആരോടെ പറയുന്നത്? പിണറായി വിജയൻ. നടപ്പിലാക്കാൻ പാടില്ല. ഇതെന്താ സെക്കൻഡ് ക്ലാസ് പൈസത്തിന്റെ വിദ്യ? വേണ്ടത് പൈസ ഇട്ട് വേണ്ടേ? സെക്കൻഡ് ക്ലാസ് മൈസൂരിട്ട്, ഫസ്റ്റ് ക്ലാസ് മൈസൂരിട്ട്, CJM, ജില്ലാ കോടതി, സെഷൻസ് കോടതി, ഇങ്ങനെ പല സിവിൽ ക്രിമിനലിലേക്ക് കോടതി റിപ്പോർട്ട് ചെയ്യും. ചെന്നിത്തലന്റെ വിചാരം ആ കോടതിയുടെ മാതിരി ഒരു കോടതി ഇന്ന് സുപ്രീം കോടതി. മനസ്സിലായത്? സുപ്രീം കോടതിക്ക് തന്നെ പല ബെഞ്ചാ. എല്ലാ ബെഞ്ചും നോക്കി പ്രവർത്തിച്ചില്ലെങ്കിൽ സംഗതി ബുദ്ധിമുട്ടാ. ഇതേത് ബെഞ്ചാ? ഇത് ഭരണഘടനാ ബെഞ്ച്. ബെഞ്ചിനെങ്കിൽ ചില്ലറ ബെഞ്ചല്ല, പല ബെഞ്ചുണ്ട്. അതിലൊരു മൂത്ത ബെഞ്ചാണ് എന്ത്? ഭരണഘടനാ ബെഞ്ച്. ആ ബെഞ്ച് ഒരു വിധി പറഞ്ഞാൽ അത് രാജ്യത്തിന്റെ നിയമമാണ്. മനസ്സിലായിക്കോണം. അയിമ തൊട്ട് കളിക്കാൻ ആർക്കും പറ്റൂല. നരേന്ദ്രമോദിക്ക് പറ്റൂല, മറ്റേ കോവിന്ദിന് പറ്റൂല, പിണറായിക്ക് പറ്റൂല, ഈ ഇരിക്കുന്ന നിങ്ങൾക്കും പറ്റൂല, എനിക്കും പറ്റൂല, ആർക്കും പറ്റൂല. കാരണം അത് രാജ്യത്തിന്റെ നിയമമായി. എന്താണ് പിണറായി വിജയൻ അവിടെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പറഞ്ഞെന്താ? ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുന്നതാണ്. മനസ്സിലായെങ്കിൽ വേറെ ചില്ലറ സത്യപ്രതിജ്ഞ വേറെന്താ? സത്യം 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 എന്നറിയില്ല. അല്ല, ഏത് സത്യം പറയുമ്പോഴും ഈ സത്യം പറഞ്ഞില്ലെങ്കിലും ദൃഢപ്രതിജ്ഞ, ഏത് പ്രതിജ്ഞാലും ശരി, ആ ഭരണഘടനയെ സംരക്ഷിക്കുന്ന. മനസ്സിലായെങ്കിൽ ഭാവഭേദങ്ങളില്ലാതെ ഈ ഭരണഘടനയെ ഞാൻ സംരക്ഷിക്കുന്ന, ഭരണം നടത്തുന്ന. അത് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് സുപ്രീം കോടതി പറഞ്ഞ് നടപ്പിലാക്കാണ്ടിരിക്കാൻ പറ്റുമോ? സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ഭരണഘടനാ ബെഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ, രാജ്യത്തിന്റെ നിയമമായി മാറിക്കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാണ്ടിരിക്കാൻ പറ്റുമോ? നമ്മളെന്താ പറയാ? കോടതി വിധി നടപ്പിലാക്കും. കോടതി വിധിയുടെ മർമ്മം എന്താ? സ്ത്രീകൾ
ശബരിമലയിലേക്ക് പോകാം. സ്ത്രീകൾ ശബരിമലയിലേക്ക് പോകാം, 10 വയസ്സിന്റെ 50 വയസ്സിന്റെ ഇടയ്ക്കാണെങ്കിലും പോകാം എന്ന് ഹൈക്കോടതി പറഞ്ഞാൽ, സുപ്രീം കോടതി പറഞ്ഞാൽ രാജ്യത്തിന് നിയമമായി. സ്ത്രീകളെ ബഹുമാനിക്കുന്ന പാർട്ടി ഏതാണ് ഈ ഭൂമിയിൽ? സ്ത്രീക്ക് തുല്യത ഉണ്ട് എന്ന് പറയുന്ന പാർട്ടി ഏതാണ്? ഒരു സംശയമില്ല. സ്ത്രീയെ ബഹുമാനിക്കുകയും സ്ത്രീ പുരുഷ തുല്യത ഉറപ്പിക്കുകയും പുരുഷനേക്കാൾ ബഹുമാനിക്കപ്പെടേണ്ടത് സ്ത്രീയാണെന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആർക്കും ഒരു സംശയം ഉണ്ടായിക്കൊണ്ട, അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അത് ഞങ്ങളുടെ നയമാണ്. ആ നയം നടപ്പിലാക്കാം എന്ന് സുപ്രീം കോടതി, നടപ്പിലാക്കണമെന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടില്ല. നമ്മള് കേരള കോൺഗ്രസ് സഭാവ് BS കൊടുത്ത് സത്യവാങ്മൂലം എന്താ പറഞ്ഞത്? സ്ത്രീകൾ 10 വയസ്സിനും 50 വയസ്സിലേക്ക് പ്രായമുള്ള സ്ത്രീകൾ ശബരിമലയിൽ പോകുന്നതിന് ഞങ്ങളെതിരല്ല. അതാണ് അത്രേ പറഞ്ഞോളൂ. പോണം, പറഞ്ഞേക്കണം, കൊണ്ടുപോകും, ഒന്നും പറഞ്ഞില്ല. നല്ല മര്യാദയിൽ ഞങ്ങളെതിരല്ല. തെറ്റുണ്ടോ? അത് തെറ്റുണ്ടോ? ഞങ്ങൾ കൊണ്ടുപോകുന്ന പറഞ്ഞ മാതിരി അപ്പൊ ഇവര് പറഞ്ഞത് അല്ല, ഞങ്ങളതിനെതിരല്ല. പിന്നെയോ ഇത് മതപരമായ കാര്യമല്ലേ? അതെ, അവിടെ ഒരു കാര്യം ചെയ്യൂ, വിവരങ്ങളോട് ചോദിക്കൂ. നമ്മളതും പറഞ്ഞു. സത്യവാങ്മൂലം കൊടുത്തപ്പോ വെറുതെ കൊടുത്തില്ല. ഇനിയിപ്പോ നമ്മളൊരു വിരോധമുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരാണെന്നുള്ള കുറ്റം നമുക്കുണ്ടെങ്കിൽ വിവരമുള്ള ആൾക്കാരോട് ചോദിക്കും, മര്യാദക്കാർക്ക് ചോദിക്കണം. ഇത് സ്ത്രീകൾ അമ്പലത്തിൽ 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾ അമ്പലത്തില് ശബരിമലയിൽ പോകാൻ പാടുണ്ടോ എന്ന് ചെന്നിത്തലയോട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അയാൾ വിചാരിക്കരുത്. അല്ല, അത് രാമൻപിള്ളിയോട് ചോദിക്കാം, അല്ലെങ്കിൽ അത് മറ്റേ രാജഗോപാലിനോട് ചോദിക്കാം. അതൊന്നും പറയാൻ പറ്റില്ല. വിവരങ്ങളോട് ചോദിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇവരില്ലാത്തവർ തെളിയിച്ചല്ലോ മറ്റത് വായിച്ചപ്പോ തന്നെ. അപ്പൊ ഇവരോട് ചോദിക്കാൻ കേട്ട ബുദ്ധിയുള്ള, വിവരമുള്ള, നിഷ്പക്ഷമതികളായ, നല്ല പാണ്ഡിത്യമുള്ള, സാമൂഹ്യ പരിവർത്തനോത്മുഖതയുള്ള, നന്മയുള്ള ഹിന്ദു പണ്ഡിതരോട് ചോദിക്കാം. ഇത്ര നല്ല ഒരു സത്യവാങ്മൂലം ആരാ എഴുതുക? അതിലെ BSന്റെ ഗവൺമെന്റ് കൊടുത്ത സത്യവാങ്മൂലം വിവരങ്ങളോട് ചോദിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും കുഴപ്പമില്ല. എന്ത് തീരുമാനം ഈ സുപ്രീം കോടതി എടുത്താലും ആ തീരുമാനം ഞങ്ങൾ നടപ്പിലാക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാനിഫെസ്റ്റോ അല്ല നടപ്പിലാക്കാൻ പോകുന്നത്, ഇടതുപക്ഷ മുന്നണിയുടെ മാനിഫെസ്റ്റോ അല്ല. എന്താണോ തീരുമാനിക്കുന്നത് അത് നടപ്പിലാക്കാം. എന്തൊരു വൃത്തിയുള്ള സത്യവാങ്മൂലം. പിന്നെ നടന്ന കാര്യമൊക്കെ പറഞ്ഞു. എന്താണ്? പണ്ട് ശബരിമലയില് സ്ത്രീകൾ പോയിരുന്നു. നടന്ന കാര്യം, ഇല്ലാത്ത കാര്യമില്ല. ഉള്ള കാര്യമല്ല പറഞ്ഞിട്ടുണ്ട്. ഒരു നുണയിലുണ്ടോ? ഇല്ല. പിന്നെ അവിടെ പണ്ട് സിനിമ ഷൂട്ട് ചെയ്തിരുന്നു. സിനിമ ഷൂട്ട് ചെയ്തതല്ല. സിനിമ ഷൂട്ട് ചെയ്യുമ്പോ വയസ്സ് പോകും. 18, 10, 8 അങ്ങനെ ഉണ്ടോ? സിനിമയിൽ നടൻ വരും, നടി വരും, മമ്മൂട്ടി വരും, മോഹൻലാൽ വരും, രേവതി വരും, പാർവതി വരും. അവരൊക്കെ ഒന്ന് അഭിനയിച്ചു പോയി. എഴുതിച്ചു. അവരൊന്ന് അഭിനയിച്ചു പോയി. മഹാറാണി ഒന്നുണ്ട്. മഹാറാണിക്ക് വയസ്സെത്രയെന്ന് പറയുന്നില്ല. എന്തായാലും അതെനിക്കറിയില്ല. പക്ഷെ 10നും 50നും ഇടയിലാണ് എനിക്കറിയാം. മഹാറാണി വന്നു, പാർവതി വന്നു. പാർവതി അന്നത്തെ പാർവതി അരച്ചത് അവരെല്ലാം വന്നല്ലോ. സിനിമ അഭിനയിച്ചു, ഷൂട്ടും ചെയ്തു, പ്രാർത്ഥിച്ചും ചെയ്തു, എല്ലാം ചെയ്തു എന്ന വിവരം എഴുതി അറിയിച്ച ആളുടെ പേരെന്താ? കുമ്മനം രാജശേഖരൻ. കോടിയേരി വരണ്ടല്ലട്ടാ, അത് വിചാരിക്കുന്നത്. കോടിയേരി എഴുതി അങ്ങനെ കുഴപ്പമില്ലത്. ഇത് കുമ്മനാണ്, കാനല്ല. പോയില്ലേ? ആ വിവരമൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഒരു കത്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടി ഉണ്ട്. കോടതിയിൽ അറിയിച്ചു. 991 വരെ പോകാമായിരുന്നു. അത് അറിയിച്ചു. അത് അറിയിക്കണ്ടോ? ഇതൊക്കെ ഗവൺമെന്റിന്റെ മാന്യമായ കാര്യം. അതറിയിച്ചു. നമ്മളാരെങ്കിലും കേസ് കൊടുത്തോ? കേസ് കൊടുക്കുന്നതിന് നമ്മൾ മോശക്കാരാ? BS എത്ര കേസ് കൊടുത്തിട്ടുണ്ട്? ഒരുപാട് കേസ് കൊടുത്തിട്ടുണ്ട്. നമ്മളാരും കേസ് കൊടുത്തു ഇക്കാര്യത്തിൽ ഇല്ല. പാർട്ടി കേസ് കൊടുക്കില്ലേ? ഉണ്ട്. വ്യക്തികൾ കൊടുക്കില്ല. അപ്പം നമ്മളും കൊടുത്തല്ലോ. എന്താണ് മാണിക്കെതിരേക്ക് നമ്മൾ കൊടുക്കില്ല. കൊടുത്ത് കേസ് കൊടുക്കേണ്ട ആവശ്യം കൊടുക്കണം. ഇക്കാര്യത്തിൽ നമ്മളെ കേസില്ല. BJP-ക്കാരെ പുരോഗമന കേസാ. BJP-ക്ക് ഇതിന് പുരോഗമനം തെളിയിക്കാൻ വേണ്ടി അവർ കേസ് കൊടുത്താണ്. കേസ് കൊടുത്തവരോട് അറിഞ്ഞിട്ടില്ല ഈ കേസിന്റെ പേരും. അടിയിൽ ഒപ്പിട്ടുള്ളൂ. ഏതാണ്ട് പോയി. ഇപ്പൊ അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഇത്ര വിചാരിച്ചിട്ടില്ല. നിങ്ങൾ എന്താ വിചാരിച്ച്? നിങ്ങളെന്താ വിചാരിച്ച് കേസ് കൊടുക്കാൻ പറ്റുമോ? പറയുന്നതൊന്നും പ്രവർത്തിക്കും തോന്നുന്നു. അതാണ് RSS. അതുകൊണ്ടാണ്. നോക്കൂ, കേസ് വന്നു, രണ്ടുകൂട്ടും ചർച്ച ചെയ്തു. 130 വക്കീൽമാര് കോഴി കൊത്തും പോലെ കൊത്തി. അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയാം. നല്ല വക്കീൽമാരെ കണ്ടാൽ പറയാം കോഴി കൊത്തുന്നവര് കൊത്തുന്ന ആളാണ്.
അങ്ങനെ കോഴി കൊത്തുന്ന സൈസ് 130 അതിൽ 127 കയറണ്ട, 3 കയറാം. ഇതിലവിടെ ചർച്ച പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതിയിലെ ജഡ്ജിയറിലാണ് ചെന്നിത്തലന്റെ വംശത്തുന്ന നല്ല വിവരമുള്ള ആൾക്കാരാ. നിയമത്തെ കുറിച്ച് അവർക്കാണ് വിവരം. നമുക്ക് ആർക്കും വിവരം, നമ്മൾ എഴുതി പോയി വിവരമുള്ള ജഡ്ജിമാരല്ലേ സുപ്രീം കോടതിയിൽ എത്തുന്നത്. നമ്മൾ ചോദിക്കും ഓ വിവരമൊന്നുമില്ല, അതൊക്കെ അല്ലേ വിവരാട്ടാ. അവർക്ക് പ്രത്യേക വിവരങ്ങളുണ്ട്. ആ വിവരമൊക്കെ നോക്കിയിട്ടാ കോടതിക്ക് ആളെടുക്കുക. ആരെങ്കിലും എടുക്കാൻ പറ്റുമോ? എന്തെല്ലാം വിഷയങ്ങൾ ചർച്ച ചെയ്യും? ഭരണഘടനാപരമായ കാര്യങ്ങളിൽ നല്ല വിവരമുള്ള ജഡ്ജിമാര് നന്നായിട്ട് പരിശോധിച്ച് ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളുണ്ട്, ആർട്ടിക്കിൾ 14 മുതൽ 30 വരെ. ആ മൗലിക അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവര് പരിശോധിച്ചു. ഇത് മൗലിക അവകാശത്തിന്റെ വയലേഷനാണ്. അത് പറഞ്ഞ പിന്നെ നിവൃത്തിയൊന്നുമില്ല. കേശവാനന്ദ ഭാരതി കേസിന്റെ പണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്, അടിയന്തരാവസ്ഥയുടെ കാലത്ത് മൗലിക അവകാശമായിട്ട് ബന്ധപ്പെട്ട കേസ് ധാരാളം നടന്നിട്ടുണ്ട്. ഏകദിന കേസില്ല, മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കേസല്ലേ. ആ കേസിലെ ഒരു മൈനോറിറ്റി വിധി എടുത്തിട്ട് അതിനുണ്ട് മൈനോറിറ്റി വിധി എടുത്ത് അതൊക്കെ ചർച്ച ചെയ്തിട്ട് അവസാനം കോടതി പറഞ്ഞാൽ അത് നിയമല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? വന്നാൽ പിന്നെ നടപ്പിലാക്കണ്ടേ? ബിജെപിക്കാർ നടപ്പിലാക്കാതിരിക്കുന്നു. ബിജെപിക്കാർക്ക് 2 കിട്ടിയല്ലോ. എവിടെ? ആ മഹാരാഷ്ട്രയിലെ ഫത്നാവിസിന് 2 വിധി കിട്ടി. പിണറായിക്ക് 1 കിട്ടിയിട്ടുള്ളൂ. ഫത്നാവിസിന് 2 കിട്ടി. ഒരു മുസ്ലിം, ഒരു ഹിന്ദു. 2 വിധി ബിജെപിക്കാർ നടപ്പിലാക്കി. അവിടെ ശ്രീധരൻപിള്ള ഉണ്ടായിരുന്നില്ലേ? ആ ശനിക്ഷേത്രത്തിലേക്ക് സ്ത്രീകൾ കൂട്ടമായി പോയേക്കും. എവിടെ പോയി? ചെന്നിത്തല നാടുപോയി കൂടെ. അവിടെ എന്താ രക്തം തിളച്ചില്ലേ? ഐസ് കട്ടയായിരുന്നു. മറ്റേ ദർഗയിൽ പോയിട്ട് ബോംബെയിൽ അവിടെ പോയല്ലോ സ്ത്രീകൾ. എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഇവിടെ കേരളത്തിൽ ശബരിമല കേസ് വന്നപ്പോ ആകെ കണ്ട് രംഗത്തിറങ്ങിയിരിക്കുക. ബിജെപിക്കാരെക്കാൾ വാശി കോൺഗ്രസ്. ബിജെപിക്കാർക്ക് പിന്നെ പണ്ട് എങ്ങനെയാ? കുറെ ആൾക്കാരുണ്ട് ബിജെപിയിൽ, അവരെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല. പ്രത്യേക ടൈപ്പ് മനുഷ്യന്മാരാ. അത് എത്തിയാൽ മതി. മരിച്ചു പോകുമ്പോ അവിടെ ആരെങ്കിലും കോപ്പുണ്ടാക്കാൻ പോകും. ഏതൊക്കെ സൈസ രംഗത്തൊന്ന് ഒരുത്തം പറയുന്നത്, ഞാൻ ഒന്നും പറ്റിയില്ലെങ്കിൽ രക്തം മറ്റേ ഇത്തിരി ചോരത്തിട്ട് ഇത്തിരി ഉറ്റിക്കുന്നതാണ്. ആദ്യം പറഞ്ഞതല്ലോ ടിവിയിൽ ചോരപ്പുഴ ഒഴുകുന്നത്. ഈ പറഞ്ഞാണ് ആ ചോരപ്പുഴയായിരിക്കും, ലക്ഷക്കണക്കിന് ആളുകളുടെ ചോരപ്പുഴയായിരിക്കുന്നത്. പിന്നൊന്ന് ചുരുക്കി ഇത് പുഴ ഉണ്ടാവില്ല, ഒരു ഇത്തിരി ഉണ്ടാവുള്ളൂ. ഒരു കത്തിരി മുറിക്കുക, ഇത്തിരി ചോര പിടിക്കുക. അതും പറ്റിയില്ലെങ്കിലോ മൂത്തൊഴിക്കുക. എന്തൊരു നല്ല വിവരണ ആൾക്കാരാണ് ഈ ലോകത്ത്. ഇങ്ങനത്തെ ആൾക്കാരെ എവിടെയെങ്കിലും ഉണ്ടാവും? അമ്പലത്തിൽ മൂത്തൊഴിക്കാൻ പോണ നിങ്ങൾ കണ്ടില്ല? കണ്ടിട്ടില്ല? നിങ്ങളോടൊന്നും എനിക്കറിയില്ല. ആലപ്പുഴയൊന്നും എനിക്കറിയില്ല. കുറെ ചങ്ങന്മാരെ ഇരിക്കുകയാണ്. ഇവരല്ലേ ഭക്തന്മാര്? എന്ത് പറ്റിയത്? എന്ത് പറ്റി? ഇങ്ങനെ എവിടെയും കേട്ടില്ല? ഏതെങ്കിലും സമരരംഗത്ത് ഇങ്ങനെ കേട്ടില്ല? ഇവരാണ് പൂവന്നെ മരിക്ക്. എന്നിട്ട് അവിടെ പോയിട്ട് അടിപിടി. ബിജെപിക്കാരൻ പോയ അടിപിടി ഉറപ്പല്ലേ? അതിനാരെങ്കിലും ചോദിക്കണം, ഇവരെല്ലാം BJP ചേരുമോ? മര്യാദക്കാരൻ BJP ചേരുമോ? സംസ്കാരം BJP ചേരുമോ? സാമൂഹ്യ പ്രതിബദ്ധതകളും BJP ചേരുമോ? ഉറപ്പല്ലേ? ഇവര് മല കയറിയ മലയുടെ കാര്യം പോക്കന്നെ. ഇവരൊക്കെ ഈ മല പോയാൽ മല നിൽക്കണമെന്ന് ഒരു ഭാഗ്യം കൂട്ടിയാൽ മതി. ഇവിടെ അപ്പോഴോട് ശബരിമല ബാക്കിയുണ്ടല്ലോ, ഇവരൊക്കെ കയറിയിട്ടു. അതാണ് ഈ അയ്യപ്പ ചെയ്തിരുന്നത്. പിന്നെ പിണറായി വിജയൻ ഒരു കരുത്തും നോക്കി ഒരു ഉറപ്പുണ്ടായിട്ടില്ല. കാണിച്ചു നോക്കൂ, നിങ്ങൾ നോക്കൂ. കുറെ സ്ത്രീകൾ അവിടെ കൊണ്ട് വ്യത്യാസം അതൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രാർത്ഥിക്കാൻ പോവാന്നാണ് പോയി. കുറെ ജപയാത്ര ക്ഷേത്രത്തിൽ ഇവിടെ അതിപ്പോ ആരാരും പോകില്ലേ? സ്വാമി അയ്യപ്പോ നല്ല ട്യൂണും ദ്രവയ്ക്കാം അതുപോവും. അത് തെറ്റില്ല. ഒരു പ്രാർത്ഥന നടത്തി യോഗത്തിന് പോയി. എന്താ തെറ്റ്? ജനാധിപത്യപരമായ സുപ്രീം കോടതി പ്രതിഷേധം രേഖപ്പെടുത്തി. അതൊരു തെറ്റൊന്നുമില്ല. പക്ഷെ ആ നിലയ്ക്ക് പോയിട്ട് ഇങ്ങനെ കൂട്ടമായിട്ട് പോയിട്ട് തല്ലുണ്ടാക്കാൻ പറ്റും? അതിനോട് ചോദിക്കാൻ അവകാശം ആരെങ്കിലും പ്രത്യേക അവകാശം കൊടുത്തിട്ടുണ്ടോ? അവിടെ അമ്പലത്തിലേക്ക് പോവാ, പോണവനെ തടിയ, ബസ് കയറി ചോദിക്കാം. ആ BJP-ക്കാർ എന്ത് ഇതിൽ 10 വയസ്സിനും 50 വയസ്സിനും പ്രായമുള്ളവരുണ്ടോ? BJP. അപ്പൊ അതിന്റെ അങ്ങേപ്പുറത്ത് ഒരാള് സുധാകരൻ ഉണ്ടോ? ഓക്കെ, ഏത് സുധാകരൻ? ഇതാണ് ഏത് കോൺഗ്രസ്? അങ്ങേപ്പുറത്ത് പ്രസംഗിക്കുക ആര്? ശ്രീധരൻപിള്ള.
ഇങ്ങനെപ്പെടുത്ത് പ്രസംഗിക്കാം കെ സുധാകരൻ നടുക്കൊരാണ്ടിരിക്കുന്നത് ഒരു പ്രയാറകുമാരൻ. അയ്യോ അത് ഇരിക്കുന്നുണ്ടാത്ത ഞാൻ അന്തപ്പെട്ടു പോയി. ഇങ്ങനെ ഇരിക്കാം ചുറ്റും കാവി ഒരു വൃത്തിയുള്ള കഥ എടുത്തില്ല. ഒക്കെ കാവ്യന്റെ നിനക്കൊരു ഏകക്കണം ആര് ഈ പ്രയാറകുമാരൻ. ഈ കോൺഗ്രസ് അവർക്ക് ആക്കിയതാ. ഇത് ദേവസ്വം ചെയർമാനായി ആക്കി വിട്ടതാ. അയാളൊക്കെ ചെയർമാനായിട്ട് ഇതൊക്കെ ബാക്കിക്കുന്നതിന് ഒരു ഭാഗ്യം നോക്കിയത്. ഏതെങ്കിലും നാട്ടിൽ നടക്കുവോ? എന്നിട്ട് ഇവര് വൈകുന്നേരം ഒരു 4 മണിയേക്കും ഇവരെ കാണാൻ ഒരു 15 മിനിറ്റ് എടുത്ത്. അപ്പൊ പത്രക്കാരൻ മുഴുവൻ പിടിച്ച് തട്ടിയാണ് മറ്റൊരു ക്രിമിനലാണ്. സ്ത്രീ പത്രക്കാരൻ ആരെങ്കിലും തരും. ഇവനെന്ത് സ്ത്രീ, എന്ത് പുരുഷൻ, എന്ത് മനുഷ്യൻ. മനുഷ്യത്വത്തിന്റെയും മാനവികതയുടെയും നന്മയുടെ ഏതെങ്കിലും ഒരു അംശം ജീവിതത്തിൽ, പ്രയോഗത്തിൽ, സാമൂഹ്യ ഇടപെടലുകളിൽ നടത്തുന്നവർക്കല്ലേ കാരുണ്യം ഉണ്ടാവുള്ളൂ, വിവേകം ഉണ്ടാവുള്ളൂ, എന്തെങ്കിലും ഉണ്ടാവും. ആരെങ്കിലും ചെയ്യോ? അവരവരുടെ ജോലി ചെയ്യല്ലേ? അവരെ തരാൻ പാടില്ല. ഇവരിങ്ങനെ നിൽക്കുന്ന എവിടെ ആ മലേന്റെ അവിടെ നിന്നിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ? നിങ്ങൾ ആരോടും നിങ്ങൾ ആരെവിടെ തടുക്കാൻ? അതിന് പ്രത്യേക അവകാശം ഇവർക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ടോ? കുറച്ച് തടുക്കലേര് ഈ രാജ്യത്ത് പ്രത്യേക അവകാശം ബിജെപിക്കാർക്കുണ്ടോ? ആൾക്കാരെ തീർക്കാൻ അമ്പലത്തിന്റെ മുന്നിൽ കാണാൻ തീർക്കാൻ അവകാശം ഇവർക്ക് ആര് കൊടുത്തു? ഈ അമ്പലത്തില് ഇത്ര ആളുണ്ടായിരുന്നില്ല, അത് മനസ്സിലായി പോകണം. വലിയ തിരക്കൊന്നും നമ്മൾ അമ്പലത്തിൽ കൊണ്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴല്ലേ തിരക്ക്. ഇപ്പൊ അമ്പലത്തിലൊക്കെ എന്താ തിരക്കാ? വൈകുന്നേരം തന്നെ ആളാ. അർച്ചനകൾ, പൂജകൾ, ഭാഗവത സപ്താഹങ്ങൾ ഇതൊക്കെ ധാരാളം നടന്നോട്ടെ. പോണൂര് പോയിക്കോട്ടെ, നമുക്ക് വിരോധമില്ല. ഇത് പണ്ട് പോയിരുന്നില്ല കേട്ടാ. പണ്ടാരെങ്കിലും പോയാ? പണ്ട് കയറ്റിയിരുന്നോ? തീയനെ കയറ്റിയോ? ഈഴവിനെ കയറ്റിയോ? ആശാരി പൂശാരിനെ കയറ്റിയോ? കണക്കൻ കറമൻ പുലയൻ നായാടി വെള്ളാടി ആരെങ്കിലും കയറ്റിയോ? ഒറ്റാളെ കയറ്റിയില്ലേ അമ്പലത്തിലേക്ക്? അന്നെന്താ പറഞ്ഞത്? ഇവിടെ ആചാരം കേൾക്കൂല. ഗുരുവായൂരമ്പലത്തിന്റെ കിഴക്കാൻ നിറയ്ക്കുന്ന ഒരു ആരുണ്ട്, ഇപ്പൊ പോയാൽ കാണാം. ഇപ്പൊ അതിന്റെ പേരെന്താ? മഞ്ജുളാൽ. അതിന്റെ തൊട്ടത്തിൽ മുന്നിൽ താഴെ ഒരു ഗരുഡൻ പക്ഷിയുടെ ചിത്രം, ഒരു പ്രതിമ. ചില കുട്ടികളൊക്കെ നോക്കിപ്പോ ഒരു സെൽഫി എടുക്കുന്നു. ഗരുഡന്റെ പ്രതിമ, ഇങ്ങപ്പുറത്ത് മഞ്ജുളാൽ. എന്താ മഞ്ജുളാല്? ഗരുഡൻ പക്ഷി. പണ്ടാലിന്റെ പേരെന്തെയ്യുന്നു? തീയന്മാരാല്. പണ്ട് തീയ സമുദായത്തിന്റെ, ഇഴവ സമുദായത്തിന്റെ പേരിൽ ആലുണ്ട്. ആ ആലിന്റെ ചോട്ടിലാ തീയം വരിക. അതല്ലേ ആ ആലിന്റെ ചോട്ടിൽ നിന്നിട്ട് ഗുരുവായൂരപ്പനെ തൊഴുക. ഗുരുവായൂരപ്പന എവിടെയാ? 1.5 കിലോമീറ്റർ അപ്പുറത്താ. ഗുരുവായൂരപ്പന് വിളിച്ച മുദ്ര കേൾക്കൂല, അത്ര അകലെയാണ് ഗുരുവായൂരപ്പൻ. ഇവിടെയാണ് തീയം നിന്നത്. മനസ്സിലായെങ്കിൽ അങ്ങനെ എഴുതിയിട്ടില്ല, അങ്ങനെ എഴുതിയിട്ടില്ലല്ലോ. പൊന്നാനി താലൂക്കിലെ ഏറ്റവും വലിയ ഈ തമാശ കഥകൾ, ആളുകളെ കളിയാക്കുന്ന കഥകൾ മുഴുവൻ തീയൻ അമ്പലത്തിൽ കയറിയതിനെ കുറിച്ചില്ല. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയില്ല. അമ്പലത്തിൽ കയറിയിട്ട് ഉണ്ടാക്കിയ വിഡ്ഢിത്വത്തെ കുറിച്ച് സവർണന്മാർ തിരിച്ചറിഞ്ഞപ്പോൾ അവർക്കുണ്ടായ വിഷമസ്ഥിതിയെ കുറിച്ചുള്ള കഥകളാണ് പഴയ പൊന്നാനി താലൂക്കിലെ പ്രമാണികളുടെ വീട്ടിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തില് ആ ആലിന്റെ പേരെന്ന് പറയില്ലേ? ആലിന്റെ പേര് പറയും. എന്തൊരു തിരക്കപ്പോ ഗുരുവായൂര്. ഒരു ഫ്ലൈ ഓവർ ഉണ്ട് ഇപ്പോ. പണ്ട് ഫ്ലൈ ഓവർ ഇല്ല, അപ്പൊ അമ്പലത്തിലൊക്കെ ഫ്ലൈ ഓവറായി. മറ്റേ റോട്ടിന്റെ ബസ്സിലൊക്കെ ഇല്ല ഫ്ലൈ ഓവർ. അമ്പലത്തിലും ഫ്ലൈ ഓവറായില്ല. മേലെ ഫ്ലൈ ഓവർ കയറി താഴെ കയറി കണ്ട് മറ്റേ ഫ്ലൈ ഓവർ കയറി തിരിച്ചിട്ടില്ല. അങ്ങനെയില്ലേ? എന്തെല്ലാം സംവിധാനങ്ങളായി. എങ്ങനെ അമ്പലത്തിൽ കയറിയ? വെറുതെ കയറിയതാ? അമ്പലത്തിൽ കയറിയതും സമരം ചെയ്തിട്ട് അതൊന്നും മറക്കരുത്. ഞാൻ 1-ാം തരം സമരം നടത്തി. കണ്ണൂരിൽ നിന്ന് ഗുരുവായൂർക്ക് ജാഥ, കാൽനടയാത. എന്തൊരു സമരം! നല്ല പാട്ടുകൾ, TST മുമ്പ് നല്ല പാട്ടുകൾ, നല്ല പോരാളികൾ. സമരം കണ്ട് കേരളം ഞെട്ടിമറിച്ചില്ലേ? 31-32 ഗുരുവായൂർ സത്യാഗ്രഹം. കേളപ്പന്റെ മടിയിൽ, ഏക്കാജിയുടെ മടിയിൽ തലചായ്ച്ച് കേളപ്പൻ. എന്തുജ്വലമായ സമരം! ഇന്ത്യ മുഴുവൻ ആ സമരത്തിന്റെ സന്ദേശം എത്തി. മറ്റേ ഇവിടുന്ന് ആള് വന്നില്ലേ? പഞ്ചാബിൽ നിന്ന് പോലും ആള് വന്നു. സമരത്തെ തകർക്കാൻ ആള് വന്നു, സമരത്തെ സഹായിക്കാൻ ആള് വന്നു. എന്തെല്ലാം ഉജ്ജ്വലമായ സമരം! എന്റെ നാട്ടിൽ നിന്നൊരു നമ്പൂരി ആ സമരം കാണാൻ പോയി. പെരുന്നവിടെ നിന്ന് സമരത്തിന് പോയി. ഗുരുവായൂരെത്തി. കേളപ്പന്റെ മടിയിൽ ഏകാജി
ഏക്കാജിന്റെ മടിയിൽ കേളപ്പൻ തലകാഴ്ച കിടക്കുന്നു. അങ്ങേപ്പുറത്ത് അമ്പലത്തിൽ കയറി ഏക്കാജി കൃഷ്ണപിള്ള മണ്ണിടിച്ചിരിക്കുന്നു. ആ കൃഷ്ണപിള്ള മണ്ണിടിച്ചതിന് ശേഷം അമ്പലം അടച്ചുപൂട്ടിയിരിക്കുന്നു. പൂട്ടി അമ്പലത്തിന്റെ മുന്നിൽ സത്യാഗ്രഹം എത്തിയിരിക്കുന്നു. അവരെ തന്നെ ഗുണ്ടകൾ വന്നിരിക്കുന്നു. ഗുണ്ടകളെ തിരിച്ചോടിച്ചിരിക്കുന്നു. ആ സമയത്ത് നമ്മളെ നമ്പൂരി ഇങ്ങനെ കിടുകിടാ പറിച്ചു. എന്താ മതി നല്ല അമ്പൂരിയാ. തിരിച്ചു വരുമ്പോ മൂപ്പര് പട്ടാമ്പിന്ന് നോട്ടീസ് അടിച്ചു, നിന്റെ വീട്ടിലെ അമ്പലം നാളെ മുതൽ തുറക്കപ്പെടും. തീരുമാനിച്ചിട്ടാ പോകുന്ന നമ്പൂരി. ആവേശം നോക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത നമ്പൂരിയും കാര്യസ്ഥനും കൂടി ഗുരുവായൂർ പോയി സത്യാഗ്രഹം കണ്ടി തിരിച്ചു വരുമ്പോ പട്ടാമ്പിൽ ഇറങ്ങി നോട്ടീസ് അടിച്ചു, വീട്ടിലെ അമ്പലം തുറക്കാൻ പോകുന്നു. അതിന്റെ ഒരു ആവേശം അടിച്ചു. ഈ ചെന്നിത്തലയിനോട് ഇതൊക്കെ പറഞ്ഞ കാര്യമുണ്ടോ? എന്താ അതൊക്കെ യഥാർത്ഥ കോൺഗ്രസ് കേട്ടാ. ആ കേളപ്പൻ കോൺഗ്രസാ, ആ AKG കോൺഗ്രസാ, ആ മണിയടിച്ച നമ്മുടെ കൃഷ്ണപിള്ള അവരൊക്കെ കോൺഗ്രസാ. ഇന്നുണ്ട് മുല്ലപ്പള്ളിന്റെ പ്രസ്താവന 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത്. അതെ, ഈ സമരം നടന്നത് 32 കാലഭേദം അറിയില്ല കമ്മ്യൂണിസ്റ്റുകാർക്ക്. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അന്ന് വരുന്ന കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല, കാരണം അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നില്ല. അവരങ്ങനെ ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേരാൻ പറ്റും AKGക്ക്? ഈ വിവരം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ചേർന്നാൽ എന്റെ മുല്ലപ്പള്ളിനെ കണ്ടാ മനസ്സിലാവും. ഇങ്ങനെ വരാൻ പറ്റും. ഇന്ന് വേറൊരു പ്രഖ്യാപനം, ക്ഷേത്രപ്രവേശനത്തിന്റെ 82ാം കൊല്ലമാണിത്. ആര് പറഞ്ഞു? ഗുരുവായൂർ ക്ഷേത്രപ്രവേശനം 38 അതിന്റെ 80. ഞങ്ങൾ ഇതൊക്കെ നോക്കാതെ പറയും. അത് നോക്കാതെ പറയില്ലട്ടാ. നോക്കി 80ആണോ 82 82 എവിടെ? തിരുവിതാംകൂറിലെ. മറ്റേക്ക് നോക്കുമ്പോ 80. നമ്മളിപ്പോ 80-82 നോക്കിയിട്ടൊന്നുമല്ല, ആ ദിവസം നോക്കിയതാ. അതല്ലേ നാട്ടിലുണ്ടാക്കിയ സമരം ഉണ്ടാക്കിയ ആവേശം. ഒരു കാര്യം മറക്കരുത്, ആ അമ്പലം തുറക്കണം രാവിലെ ആരും അമ്പലത്തിൽ കയറിയില്ല. അതാണ് വേറെ ചരിത്രം. അമ്പലത്തിന്റെ അവിടെ ഒറ്റ മനുഷ്യൻ കയറിയില്ല. അമ്പലമൊക്കെ തുറന്നു, കയറിക്കോളൂ തുറന്നു. നമ്പൂരി ആര് കയറുന്നു? നാട്ടിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ അമ്പലക്കുളത്തിൽ മുങ്ങിയാൽ ചത്തുപോകുന്ന ആരെങ്കിലും കയറുമോ? പേടിച്ചിട്ടേ. അതുകൊണ്ടാണ് ഇപ്പൊ ആരെങ്കിലും സ്ത്രീകൾ പോയത് ഉടനെ പോയോ? ഒന്നും പോയിട്ടില്ല. അത് കാലം പിടിക്കും. അവസാനം നമ്മുടെ ചെറുകാടിന്റെ ആത്മാർത്ഥ ജീവിതപാതകൾ നോക്കിയാൽ മതി. ചെറുകാടും കുറച്ച് ഉൽപ്പതിഷ്ഠുക്കളായ ചെറുപ്പക്കാരും കൂടി വഴിയിൽ കൂടി പോണ 2 വട്ടിയധികാരെ ചാപ്പിട്ട് പിടിച്ച് ചായയൊക്കെ മേടിച്ചെടുത്ത് പ്രത്യേകം കുളിപ്പിച്ച് മെല്ലെ കൊണ്ടുപോയി ഒരു ഒറ്റ ഉന്താ അമ്പലത്തിനുണ്ടെങ്കിൽ വെള്ളത്തിൽ മുക്കിയും ചെയ്തു, അമ്പലത്തേക്ക് മുക്കിയും ചെയ്തു. ആ സാധുക്കൾക്ക് പനി പിടിച്ചു, നാടാനെ കുളിക്കുക. വലിയ രസകരമായ സംഭവമാണ്. ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. സമരല്ലേന്ന്. ഈ സമരം എന്നൊക്കെ പറഞ്ഞ ഊർജ്ജല്ലേ. ആ ഊർജ്ജല്ലേ കോൺഗ്രസ് പ്രസ്ഥാനം, ദേശീയ പ്രസ്ഥാനം. അതിലെ AKG, കൃഷ്ണപിള്ള, കളപ്പൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, EMS നമ്പൂതിരിപ്പാട്, ഇവരൊക്കെ ഇങ്ങനെ കൊട്ടി പിടിച്ചു പോണ കോൺഗ്രസിനെ കണ്ടാൽ തന്നെ ഞെട്ടി വിറയ്ക്കൂലേ? നമ്മള് രക്തം ഇങ്ങനെ മേലോട്ട് കയറൂലേ? അവരെ കണ്ട സാമ്രാജ്യത്വം വഴിമാറില്ലേ? നാടിന് സ്വാതന്ത്ര്യം കിട്ടില്ലേ? ജയിലറ മുന്നിൽ അവരെ നിശ്ചിതരായി നിൽക്കില്ല. ആർക്കെങ്കിലും അതിനെടുത്ത് ചാടിപ്പോയില്ലേ? ബ്രിട്ടീഷ് ജയിലിനെടുത്ത് ചാടിയില്ലേ AKG പോയത്? എന്താണ് ചെന്നിത്തല്? ഇത് വല്ല വിവരമുണ്ടോ? നടക്കാനുണ്ട് രാവിലെ ഒരു കഥ കൂട്ടുണ്ട്. എന്തൊരു നാണക്കെട്! ഇതിൽ പറഞ്ഞയച്ചിരിക്കാം. ഇവരെ സമരത്തിന് അയോധ്യ ചെയ്യാൻ BJP നാണുണ്ടോ? കൊടിയെടുക്കണ്ട. കൊടി എന്ന് പറഞ്ഞാൽ ഇതൊരു ശരി. ഒരു കൊടി കൈ പിടിക്കുമ്പോൾ ഒരു അന്തസ്സില്ല. നമ്മൾക്ക് ചെങ്കൊടി പിടിക്കുക. ഞാൻ എവിടെ യോഗം ഞാൻ ഒരു കൊടി പിടിക്കും. രാധിക്കുന്നത് എന്തായിരുന്നു? കൊടി പിടിക്കണം. അതൊരു അഭിമാനത്തിന്റെ അടയാളല്ലേ? കോൺഗ്രസിന്റെ കൊടി പിടിക്കരുത്. ഏത് കൊടി? ബ്രിട്ടീഷ് പട്ടാളം, സാമ്രാജ്യത്വത്തിന്റെ പട്ടാളം കോഴിക്കോട്ട് കടപ്പുറത്ത് ഉപ്പ് കുറിക്കുന്നതിന് സഖാവ് P. കൃഷ്ണപിള്ളയെ ആ ഇടിവണ്ടി ചവിട്ടി ബോധം കെടുത്തു. ബോധരഹിതനായിരുന്ന കൃഷ്ണപിള്ള ബോധം കെട്ടപ്പോഴും ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുകയാണ്, ഭാരത് മാതാ കി ജയ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് എന്ന് വിളിക്കുക. ബോധം കെട്ടി നടക്കുമ്പോ ആ ബ്രിട്ടീഷ് പട്ടാളം അങ്ങനെ നോക്കുമ്പോ നെഞ്ചോട് ചേർത്ത് ആ കോൺഗ്രസിന്റെ കൂട്ടി പിടിച്ചിരിക്കുകയാണ് സഖാവ് കൃഷ്ണപിള്ള. ബോധരഹിതനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ രാജ്യസ്നേഹത്തിന്റെ മുദ്രാവാക്യം വിളിക്കുമ്പോ കോൺഗ്രസിന്റെ 3 നിറമുള്ള കൊടി ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. ആ കൊടിയാണ് EMS പിടിച്ചത്, ആ കൊടിയാണ് AKG പിടിച്ചത്, ആ കൊടിയാണ് കൃഷ്ണപിള്ള പിടിച്ചത്. മുഹമ്മദ് അബ്ദുറഹ്മാൻ, കേളപ്പൻ, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ഒരു തലമുറ അവർ ഉയർത്തിപ്പിടിച്ച കോൺഗ്രസിന്റെ കൊടി മൂക്കിൽ ചുരുട്ടിയിട്ട് RSSന്റെ പിന്നാലെ പോ എന്ന് പറയുന്ന ഈ കോൺഗ്രസുകാർ ചരിത്രത്തിൽ ഏത് സ്ഥലത്താണ് അവരെ കൊണ്ടുപോയി കണ്ടത്? ആത്മാഭിമാനത്തിന്റെ കണിക വേണം പൊതുജീവിതത്തിൽ ഇറങ്ങുമ്പോ. അതില്ലാത്ത കുറെ ആളുകൾ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞാൽ നാട് അംഗീകരിക്കുമോ? നിങ്ങളെ എന്തൊരു അപമാനമാണ് ഉണ്ടാക്കിയത്! ഈ നാടിന്റെ ഏറ്റവും വലിയ അപമാനമാണ് ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം. BJPയുടെ പിന്നിൽ ഒപ്പം നടക്കാനല്ലാതെ
അതിനെ എതിർക്കാൻ കഴിയാത്ത ഒരു കൂട്ടം ആളുകൾ അധികാരത്തിന്റെ വഴി അന്വേഷിക്കുകയാണ്. 3 തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടങ്ങ് കുറഞ്ഞുപോയി. ഇടതുപക്ഷത്തിൽ നിന്ന് വിജയ ആ സജിതരയുടെ ഭൂരിപക്ഷത്തിലാണ്. ചെന്നിത്തല നാട്ടിലില്ലേ? ഇതൊക്കെ കണ്ട് ബേജാറായി. ഇനിയിപ്പോ ഒറ്റ ആളുകൾ BJP പറയുന്നത് അതുപോലെ പറയാം. മാറ്റൊലി കോൺഗ്രസ് എവിടെ എത്തിയവര്? എന്നിട്ട് നമ്മളെ പഠിപ്പിക്കാം കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ എന്താ ചെയ്യുക? ഇപ്പൊ തുലാവിളക്ക് കഴിഞ്ഞു, ഇന്നിപ്പോ മകരവിളക്ക് വരും, അത് കഴിഞ്ഞാൽ മണ്ഡലവിളക്ക് വരും. പിണറായി എന്ത് ചെയ്യും? എല്ലാ വിളക്കും അവിടെ വരും, നന്നായിട്ട് വിളക്ക് എത്തിക്കും. ഒരു ബേജാറും വേണ്ട. മകരവിളക്കിന് ജോലി കുറി ഉണ്ടാവും എന്ന കാര്യത്തിൽ ആർക്കും ഒരു ബേജാറ് വേണ്ട. പിണറായി വിജയൻ ഇവിടെ മുഖ്യമന്ത്രിയാവും എന്ന കാര്യത്തിലും ആർക്കും ബേജാറ് വേണ്ട. ശബരിമലയ്ക്ക് ആൾ വരും എന്ന കാര്യത്തിലും ബേജാറ് വേണ്ട. വേണ്ടവരൊക്കെ വരും, പ്രാർത്ഥിക്കും, ഇരുമുടി കെട്ടുവിറ്റ് പോയി കരിമല കയറ്റം കഠിനമെന്റെ അയ്യപ്പോ എന്ന് പറഞ്ഞ അവരാണ്ട് പോകും. എന്നിട്ട് ഇറങ്ങും ആശ്വാസത്തിന്. മനസ്സിലായില്ലേ? അപ്പോഴവർക്ക് മനസ്സിലാവും പിണറായി പുതിയ സൗകര്യങ്ങളാണ് അവിടെ. ഭയങ്കര സൗകര്യം പിടുത്തപ്പെടും. ശബരിമലയിൽ ഭയങ്കര ഫെസിലിറ്റീസ് വരാൻ പോവാ. അവർ ഒരു കാര്യം ഉറപ്പാക്കും. എന്താണ്? സാമൂഹ്യ വിരുദ്ധന്മാർ സന്നിധാനത്തിൽ തങ്ങാൻ പാടില്ല. ഉറപ്പാ. അതൊന്നും പറ്റില്ലട്ടാ. ഭക്തന്മാർക്ക് സന്നിധാനം, സാമൂഹ്യ വിരുദ്ധന്മാർക്ക് എവിടെയാ? ഇന്നലെ കണ്ടിട്ടുണ്ടോ? ഇന്നലെ വൈകുന്നേരം കണ്ടില്ലേ? സാമൂഹ്യ വിരുദ്ധന്മാരെന്താ എന്തിനാ ഒരു പ്രസ്താവന ഉണ്ട്? 1600 രൂപ 2300 ഉള്ളൂ എന്നൊരു പ്രസ്താവന ഉണ്ട്. നിങ്ങൾ പിന്നെ എന്താ ശബരിമലയ്ക്ക് വിചാരിച്ചത്? പഞ്ചാമൃതം തിന്ന് പോരാതാ? പള്ളിയ നല്ലുപിടിക്ക് പോയാൽ ചൂട് പോകും ചിലപ്പോ. പിന്നെ കരയാനൊന്നും പാടില്ല. മനസ്സിലായി? സമരത്തിന് അടിക്കൂലും നമ്മൾ കരയില്ല, നേരിടും. അങ്ങനെ നമ്മള് രാഹുൽ ഈശ്വർ എന്റെ വല്യമ്മേനെ പിടിച്ചു. വല്യമ്മ വെറുതെ വീട്ടിലിരിക്കുമ്പോ പിടിച്ച വീട്ടിലിരിക്കുന്ന വല്യമ്മേനെ ആരെങ്കിലും പിടിച്ചു? ആരും പിടിച്ചില്ല. ആ വയസ്സുകാലത്ത് ആ വല്യമ്മേനെ ഈ കുറ്റക്കെടുത്ത് കൊണ്ടുപോകേണ്ട വല്ല കാര്യം ഈ BJP-ക്കാർക്കില്ല. എനിക്ക് മനസ്സിലായി. ലോകത്തോടെ ചെയ്യോ? എന്റെ വല്യമ്മേനെ പിടിച്ചു, എന്റെ വല്യമ്മേനെ പിടിച്ചു. ഒരു പരിക്കൂല്ലാണ്ട്. മനസ്സിലായെങ്കിൽ കേരള പോലീസ് ആ വല്യമ്മേനെ പിടിച്ചെങ്കിൽ കണ്ടില്ലേ? വല്യമ്മേ സുഖമല്ലേ? പിണറായിന്റെ സൂക്ഷിച്ചാൽ അന്വേഷണ. മനസ്സിലായില്ലേ? വല്യമ്മയ്ക്ക് ഒരു വിഷമമില്ല. വല്യമ്മല്ല പരാതി പറഞ്ഞോ? വല്യമ്മേനെ വിളിച്ചു, പിണറായി വിജയന്റെ ഒരു ആശംസ കൊടുത്തു. നിങ്ങൾ BJP-ക്കാർ പറഞ്ഞൊന്നും കേൾക്കണ്ട, വല്യമ്മേ വേറെ പോയി വീട്ടിൽ പോയിക്കോളൂ. അപ്പൊ വല്യമ്മേനെ ഒരു സ്ത്രീ വേറെയുണ്ട്. ആ ചേച്ചിയോടും പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, ഇതൊക്കെ BJP-ന്റെ സമരമാണ്, നിങ്ങൾ ഇവിടെ വരാൻ വന്നോണ്ട് ഒപ്പൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ സമരം കണ്ടുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ. അതിന്റെ പോലീസുണ്ട് അല്ല, ഇവിടെ മൂത്രം വെച്ചിട്ട് കലാപുണ്ടാക്കാം, രക്തപ്പുഴ കൊടുക്കുക. അതിന്റെ നിനക്ക് വല്യമ്മേനെ വെക്കാൻ പാടുണ്ടോ? പാടുണ്ട. ഒരു കുഴപ്പം നമ്മൾ കമണ്ടാക്കിയില്ലല്ലോ. വളരെ മര്യാദക്കല്ലേ? ഏതെങ്കിലും ഒരു ഭക്തന് പോറല്ലേ? ഫുൾ പ്രൊട്ടക്ഷൻ അല്ലേന്ന്, നല്ല സംരക്ഷണം. പിന്നെ ഗുണ്ടായിസ് കാണിച്ച് പുറത്തു പോയാൽ വീട്ടിൽ സുഖമായിട്ട് നടന്നു വെച്ചു. നിങ്ങൾ അതിന് വിചാരിച്ച ആക്രമിക്കാം, തല്ലാം, ചവിട്ടാം, കുഴപ്പമുണ്ടാക്കാം, എന്നിട്ട് വീട്ടിൽ സുഖമായിട്ട് ഇങ്ങനെ നടക്കാം. അത് പറ്റില്ല. അതെല്ലാം വയ്ക്കപ്പോ നമുക്ക് കിട്ടും. രാജ്യത്ത് ഒരു നിയമ വ്യവസ്ഥ അതിനനുസരിച്ച് പോയിക്കൊള്ളണം. അതെല്ലാവർക്കും ബാധക, നമുക്ക് എല്ലാവർക്കും ബാധക. അല്ലെങ്കിൽ പേരെല്ലാരും കൂടി പോവില്ലേ? അടുത്ത മകരവിളക്കിൽ പേരെല്ലാരും കൂടി ഏത് സുധാകരൻ, ചെന്നിത്തല ഒക്കെ കൂടി നടാടെ ശബരിമലയ്ക്ക്. ഇതൊന്നും 41 ദിവസം നോക്കില്ല കേട്ട സത്യം എനിക്ക് അറിഞ്ഞോട്ടാ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ശരിയാണെന്നല്ലേ നോക്കണ്ടെന്ന് വിചാരിക്കാം. എന്നാൽ അവിടെ പറ്റി കുഴപ്പമുണ്ടാക്കാൻ പറ്റുമോ? പ്രാർത്ഥിക്കാൻ പോയാൽ പ്രാർത്ഥിക്കണം. സമരം ചെയ്യാനുള്ള സ്ഥലം ഇവിടെ വേറുണ്ട്. കലക്ട്രേറ്റ്, സെക്രട്ടേറിയറ്റ്, അങ്ങനെയൊക്കെ അല്ലേ നമ്മളൊക്കെ സമരം ചെയ്യില്ലേ? സെക്രട്ടേറിയറ്റ്, കലക്ട്രേറ്റ്, പോസ്റ്റ് ഓഫീസ്, ടെലിവിഷൻ മറ്റേ ഓഫീസ്, അവിടെ സമരം ചെയ്യാം. അല്ലാണ്ടേ ഗുരുവായൂരമ്പലം ശബരിമല 18-ാം പടി സമരം. നിങ്ങളെ ശബരിമല 18-ാം പടി, ഗുരുവായൂർ കിഴക്കേ നട, ഏറ്റുമാനൂർ വടക്കേ നട, വൈക്കം റോഡ്, അവിടെയാണ് ഞങ്ങളുടെ സമരം. എന്ന് വെച്ചാൽ ഭക്തരെ സംരക്ഷിക്കും കേരളം, കേരളത്തിലെ ഗവൺമെന്റ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്. രണ്ടും കൂടി എടുക്കില്ല. പ്രാർത്ഥനയും അടിയും കൂടി എടുക്കും. ഒന്നുകിൽ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ സമരം ചെയ്യാം. പ്രാർത്ഥനാ സമരം അതില്ല. പ്രാർത്ഥന മോക്ഷമാർഗമാണ്, അത് സമരമാർഗമില്ല. എന്നുവെച്ചാൽ മോക്ഷത്തിലേക്ക് ഇങ്ങനെ പോവാൻ പ്രാർത്ഥിച്ച് നന്നായിട്ട് ഭക്തിയൊക്കെ ഹൃദയത്തിൽ നിന്ന് വന്ന് കണ്ണീരായിട്ട് പുറത്തു വരാൻ, ഈ കണ്ണീരിന്റെ ആനന്ദാത്തുക്കളായിട്ട് വെച്ചാൽ ഭക്തന്മാർ അവിടെ വെല്ലുപിടിക്കാൻ അത് പാടില്ല, വരാതില്ല. ഞങ്ങൾ വെല്ലുണ്ടാക്കും, കുഴപ്പമുണ്ടാക്കും. അത് BJP ലൈനാണ്. BJP വരുന്നുണ്ട്. ഞങ്ങൾ ഞങ്ങൾക്ക് വാദകല്ല. ഒന്ന് പറയാ, ഒന്ന് പ്രവർത്തിക്കുക. അതാണ് BJP ലൈൻ. അക്രമം കാണിക്കുക, പള്ളി പൊളിക്കുക, അമ്പലങ്ങൾ ആക്രമിക്കുക, കുഴപ്പമുണ്ടാക്കുക, കലാപുണ്ടാക്കുക, അത് BJP ലൈനാ. ആരെങ്കിലും കേരളം നിൽക്കാൻ പറ്റില്ലല്ലോ. എന്തുകൊണ്ടില്ല? ജനങ്ങൾ ഇടതുപക്ഷത്തെയാണ് തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത്. ആ ഇടതുപക്ഷ ഗവൺമെന്റിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ആ ശരിയായ
രാജ്യകാര്യ വ്യവഹാര നിർവഹണത്തിൽ അക്രമം കട്ടയച്ചു വിടുക, വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കുക, രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയിട്ട് വർഗീയതയെ ഉപയോഗപ്പെടുത്തുക. രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി വർഗീയതയെ ഉപയോഗപ്പെടുത്തുന്നതിനെ അനുകൂലിക്കാത്ത പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കേരള ഗവൺമെന്റ്. അത് രാജ്യത്തിന്റെ ഭരണഘടനക്കും നിയമത്തിനും എതിരാണ്, മതനിരപേക്ഷതയ്ക്ക് എതിരാണ്. ആ മതനിരപേക്ഷതയെ തകർക്കുക, സാമൂഹ്യ അസ്വസ്ഥങ്ങൾ ഉണ്ടാക്കുക, അമ്പലങ്ങളെ കലാപ കേന്ദ്രങ്ങളാക്കുക, കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ മനുഷ്യർ തമ്മിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുക. ആ നിലപാടിന്റെ ഒരു മറുഭാഗം ഫ്യൂഡൽ കാലത്തിലേക്കുള്ള തിരിച്ചുനടത്തമാണ്. രാജാവ്, ഒരു രാജാവുണ്ട്, തുറത്തുണ്ടപ്പെട്ടില്ല. രാജാവ് കഴിഞ്ഞ ആഴ്ച ടി വി കണ്ട് രാജാവ് ഇതാ വരുന്നു. ചില മറ്റേ കാവാലം നാടകത്തിലൊക്കെ ഉണ്ട്, മഹാരാജാവ് എഴുന്നള്ളുന്നു, അതിനുണ്ട് കാവാലത്തിന്റെ നാടകത്തിൽ. അതുപോലെ രാജാവ്, എന്നിട്ടോ രാജാവ് ഇങ്ങനെ കേമാട്ടി നിൽക്കുന്നതൊക്കെ ഞങ്ങൾ പിടിച്ചു ശബരിമല ഞങ്ങൾ എടുക്കും, ഞങ്ങളുണ്ടായിരുന്നു ഭീഷണിപ്പെടുത്തുക. ഇപ്പൊ രാജാവുണ്ടാ? എന്റെ അടുത്ത വീട്ടിലൊരു രാജാവുണ്ട്, തൃശ്ശൂർ, നമ്മളെ വീട്ടിനടുത്ത്. അതേ അവിടെ കാത്തലിക് സിറിയൻ ബാങ്കിലെ ക്ലർക്കാണ്, ആണ് രാജാവ്. എന്നാലും ഞാൻ സൗദി രാജാവിനെ കാണാൻ പോയി. ഞാൻ എങ്ങനെയുണ്ട്? ഞാൻ മറ്റേ രാജാസ് ഹൈസ്കൂളിൽ എടുമാഷായിരുന്നു. രാജാവിന്റെ എടുമാഷ. ഇപ്പൊ രാജാവില്ല, മാഷ് രാജാവ്, ക്ലർക്ക് രാജാവ്, പ്യൂൺ രാജാവ്, ഇങ്ങനത്തെ രാജാവ്. രാജഭരണൊക്കെ പോയിട്ട് കാലം കുറെ പണിയെടുത്ത് ജീവിക്കല. ജന്മില്ല, പണിയെടുത്ത് ജീവിച്ചോളൂ. EMS പറഞ്ഞിട്ടുണ്ട്, ഓങ്ങന്റെ ഒരു പ്രസംഗമുണ്ട്, വായിച്ചു നോക്കണം അമ്പൂരിമാരോട്. എന്താ പറയുന്നത്? പണിയെടുത്ത് ജീവിക്കുക. EMSനെ പറയാൻ പറ്റൂ, അദ്ദേഹത്തിന്റെ പ്രസിഡന്റാ. പണിയെടുത്ത് ജീവിക്കും, ഞാൻ രാജിവെച്ചോളൂ. EMS ഓങ്ങന്റെ ഒരു പ്രസംഗം. അത് നാളെ കാലം മാറിപ്പോയില്ലേ? ഇപ്പൊ ഒരാള് ഞാൻ രാജാവാണ്, അവിടെ വെച്ചാൽ മതി. അത് കേൾക്കാൻ ഒരാളുണ്ട്, അയാളുടെ പേരാണ് ചെന്നിത്തല, അടുത്താണ് ശ്രീധരൻപിള്ള. ഞങ്ങൾ കേൾക്കില്ല, ഞങ്ങളോട് വേണ്ട രാജാവാഴ്ച. മനസ്സിലായില്ലേ? പിണറായി വിജയനോട് ഞാൻ രാജാവാണ്, ആയിക്കോട്ടെ അവിടെ ഇരുന്നോളൂ എന്നല്ലാണ്ട്. സംസ്ഥാന മുഖ്യമന്ത്രി വിളിച്ചാലേ ഇവര് പോകില്ല. ഇവിടെ ആലോചിച്ചോളൂ, ജനാധിപത്യത്തിലേ സംസ്ഥാന മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഈ വിധിയോ നമുക്കൊന്ന് ചർച്ച ചെയ്യണ്ടേ, കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ, നിങ്ങൾ അഭിപ്രായം എന്താ കേൾക്കണ്ടേ. ഞങ്ങളുടെ പേരില്ല ആര് രാജാവ്, പിന്നെ ആര് തന്ത്രി, മന്ത്രി എന്താ സമാധാനം. ഒരു തന്ത്രി ഇറങ്ങിയിട്ട് പോകും. അവൻ നിങ്ങൾക്ക് പറയുന്നില്ല, നിങ്ങൾക്ക് ഏതാണ്ട് ആകാരം കൊണ്ട് എന്നെ പ്രകാരം മനസ്സിലായിട്ടുണ്ടോ? എന്താ സ്ഥിതി? ഏത് രാജാവ്? അതിനത്തെ തന്ത്രി. ഞാൻ ഇപ്പൊ പൂട്ടും അമ്പലം. അമ്പലം പൂട്ട പാളി ചെയ്ത ഒരു തന്ത്രിനാണ് കൊണ്ടുവച്ച് 5-6 തന്ത്രി. എന്താ ജോലി? അമ്പലം പൂട്ട, അമ്പലം തുറക്കുക. വെറുതെ അവിടെ കൊണ്ടുവച്ചാൽ പണ്ടത്തെ രാജാക്കാണ് പൊട്ടവിടെ. ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ ഒരു മര്യാദയാ. രാജാക്കന്മാർക്ക് ഒരു പ്രീവ്യൂ പേഴ്സ് ഉണ്ടായിരുന്നു, അടുത്തറിഞ്ഞു അറിയില്ലേ? പണ്ട് രാജാക്കന്മാർക്ക് പ്രീവ്യൂ പേഴ്സ് കൊടുത്തിരുന്നു. ഈ ഇന്ദിരാഗാന്ധി എടുത്താണ്, അല്ലെങ്കിലും ചെന്നിത്തല അറിയണ്ടേ രാജാവിന്റെ പണ്ട് പ്രീവ്യൂ പേഴ്സ് ഉണ്ടായിരുന്നു. രാജാവിന്റെ രാജാവിന്റെ രാജ്യം സർദാർ പാട്ടൻ തിരിച്ച് നമ്മുടെ രാജ്യത്തേക്ക് എടുത്തു. അതിനെതിരായിട്ടിരുന്നു നൈസാമിന്റെ രാജ്യത്തേക്ക് പട്ടാളത്തിൽ അയച്ചു. മനസ്സിലായെങ്കിൽ നൈസാം പറഞ്ഞു ഞാൻ ഇന്ത്യയിൽ ചേരില്ല. പട്ടേൽ പറഞ്ഞു, നെഹ്റു പറഞ്ഞു ചേരില്ലെങ്കിൽ പട്ടാളം ഇതാ വരുന്നു. മനസ്സിലായോ? ചെന്നിത്തലന്റെ മറ്റേ പട്ടാളമല്ല, യഥാർത്ഥ പട്ടാളം ഇതാ വരുന്നു പറഞ്ഞിരുന്നു. പട്ടാളം വരുന്ന തന്നെ പട്ടാളം വന്നില്ലേ, പോകുന്നവരല്ലേ, രാജ്യത്തിന് പിടിച്ചെടുത്തില്ലേ? രാജ്യത്ത് അന്ന് രാജാവിന്റെ ഉണ്ടായി. അങ്ങനെയല്ലേ ഇന്ത്യ റിപ്പബ്ലിക് ആയിരുന്നു. ഇതൊന്നും ചെന്നിത്തല വന്നിട്ടില്ല. ഏത് സ്കൂളിലാണ് പഠിച്ചു പോകും? ശ്രീധരൻപിള്ള മറ്റേ അഡ്വക്കേറ്റ്. എന്ത് അഡ്വക്കേറ്റ്? അഡ്വക്കേറ്റിന് മിനിമം വരണ അറിയണ്ടേ? അഴിച്ച് കാറ്റിയെന്ന് ഇപ്പൊ രാജാവില്ല. ചില ആചാരങ്ങൾ ഉണ്ടാവും, ചിലത് അതൊക്കെ അങ്ങനെ നിരത്തേക്ക് പോകുന്നുണ്ടാവും. അതിന്റെ മേലൊക്കെ അറിയണ്ട്. ഫ്യൂഡൽ പഴയ സമ്പ്രദായം കൊണ്ടുവരാൻ ഇരിക്കണ്ടായിരുന്നു. മനസ്സിലായത്? പട്ടികാധികാരൻ ഇപ്പൊ ഇവിടെ നമ്മളെ ഗവൺമെന്റ് വന്നല്ലോ, ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. എന്താ? ആ പട്ടികാധികാരൻ ഒന്ന് പൂജയിലേക്ക് മറ്റേ ആള് വന്നിരുന്നു ഇവിടെ. ഏത്? ആ BJP കാരൻ നേതാവുണ്ട് ഇവിടെ, യോഗി ആദിത്യനാഥ്. ഇവിടെ വന്നിരുന്നു പിണറായിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആദിത്യനാഥിനെ ഞങ്ങൾ കൊണ്ടുവന്നു. കുറച്ച് സംഘടനയായിരുന്നു, 5-6 മുഖ്യമന്ത്രിമാരെ കൊണ്ടുവരാം BJP കാരൻ. ആദിത്യനാഥും അധികാരത്തിന് വന്നപ്പോ തന്നെ പട്ടികാധികാരം അടിച്ചു കൊല്ലുക, ഓടിക്കുക, മീശ പിടിക്കാൻ പാടില്ല, താടി പിടിക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിക്കുക. അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെയോ ആദിത്യനാഥ് വന്നെന്നാണ് പിണറായി മറ്റേ നിയമം ഇവിടെ പാസ്സാക്കിയത്. എന്താണ്? ഇന്നു മുതൽ കേരളത്തിലെ പട്ടികജാതിക്കാർക്ക് അമ്പലത്തിലെ പൂജാരിയാവാം. ചരിത്രത്തെ മാറ്റിക്കുറിച്ച നിയമം അത് ഇവിടെ കൊണ്ടത് കേരളത്തില്. അതൊക്കെ സഹിക്കാതെ മനസ്സിൽ വെച്ചിടക്കുന്ന കുറച്ച് ടൂറിസത്തിന്റെ ആൾക്കാരുണ്ടാവും കേട്ടോ. ഏത്? പട്ടികജാതിക്കാരൻ പൂജാരി. പിന്നെ വേണ്ടി വന്നാൽ കുറെ കഴിയുമ്പോ ഒരു തീയൻ തന്ത്രിയായാലും എന്താ ഒരു ഈഴവൻ തന്ത്രി ഇരിക്കട്ടെ. പട്ടികജാതിക്കാരൻ പൂജാരി, ഒരു ഈഴവ തന്ത്രി.
പിന്നെ ഈ പ്രൊമോഷൻ ഉണ്ടല്ലോ, പൂജാരി ഒന്ന് ഓദിക്കനായിട്ട് പ്രൊമോട്ട് ചെയ്ത് ഓദികം കുറച്ചും കൂടി പോയി കീഴ്ശാന്തിയായി, കീഴ്ശാന്തി നിന്ന് മേൽശാന്തിയായി. ആ പട്ടികയിൽ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെങ്കിൽ മറ്റൊരു ദിവസം ഒരു പട്ടികജാതിക്കാരന്റെ ആ പുണ്യാഹ കിണ്ടിയിൽ നിന്ന് പ്രമാണി ബ്രാഹ്മണൻ വെള്ളം വാങ്ങി ആ പുണ്യാഹം കുടിക്കുന്ന ഒരു കാലം ഉണ്ടാകുന്നത് നന്മയുടെ കാലമാണ് എന്നാണ് നാം പറയുക. അതൊക്കെ ഭയപ്പെടുന്നവരുണ്ടോ? അവരെ ഇറക്കാനാ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ രാജ്യത്തിലെ പിന്നോക്കക്കാരനും ദളിതനും പാവപ്പെട്ടവനും തൊഴിലാളിയും കൃഷിക്കാരനും അവരനുഭവിച്ച ഇന്നലകളുടെ വേദനകളെ തുടച്ചു മാറ്റിയ നാടാണിത്. ആ നാട്ടിലേക്ക് പ്രാകൃത കാലത്തെ തിരിച്ചു കൊണ്ടുവരികയോ നൂറ്റാണ്ടുകളുടെ പിന്നിലേക്ക് കേരളത്തെ കൊണ്ടുപോവുകയോ വീണ്ടും ഈ നാടിനെ പ്രാധാന്യമാക്കുകയോ ആർക്കാണ് അതിനുള്ള അവകാശം? ഏത് RSSനാണ് അതിന്റെ അവകാശം? ഏത് BJPക്കാണ്? ആര് കൂട്ടുനിന്നാലും BJP ആയാലും RSS ആയാലും ചെന്നിത്തലയായാലും ആര് വിചാരിച്ചാലും ഈ നാടിനെ പിന്തിരിഞ്ഞു നടത്താൻ അനുവദിക്കുകയില്ല. ഈ ചെമ്പടി പാതിക്കളിക്കുന്നേരത്തോളം എന്ന് മനസ്സിലാക്കിപ്പോൾ ഭീഷണിപ്പെടുത്തിയ ഗവൺമെന്റിനെ നിയമത്തിന്റെ വഴിക്കാണ്, ആ വഴിയിലൂടെയാണ് ഈ ഗവൺമെന്റ് പോവുക. ജനങ്ങൾക്കൊപ്പമാണ് ഗവൺമെന്റ് നിൽക്കുക. ജനങ്ങളുടെ പ്രക്ഷോഭങ്ങളാണ് ഈ നാടിന് ആവശ്യം. വരാൻ പോകുന്ന ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കണ്ടിട്ട് ഈ കേരളത്തിലാകെ കുഴപ്പമുണ്ടാക്കി കളയാം എന്ന് തെറ്റിദ്ധരിച്ച് BJPന്റെയും കോൺഗ്രസിന്റെയും യോജിപ്പുണ്ടാക്കി അതിലേക്ക് മറ്റ് ജാതീയ ശക്തികളെ കൂട്ടിച്ചേർത്ത് അരാജകത്വം കൊണ്ട് അക്രമം കൊണ്ട് ഈ സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാമെന്ന് തെറ്റിദ്ധരിക്കേണ്ട. നാട് സമാധാനത്തിന്റെ ഭാഗത്താണ് നിൽക്കുക. നാട് പുരോഗതിയുടെ ഭാഗത്താണ് നിൽക്കുക. നാട് എല്ലായ്പ്പോഴും മുന്നോട്ടാണ് പോവുക. പ്രതിരോധതയെ തുടച്ചു മാറ്റിയാണ് ഈ ലോകമുണ്ടായത്. ഇന്നലെകളുടെ പ്രാകൃതത്വത്തെ മാറ്റിമറിച്ചാണ് ഇന്നിൽ നാം ജീവിക്കുന്നത്. ഇന്നിന്റെ പരിമിതികളെ നാളെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും എന്നുള്ള വസ്തുതയിലാണ് ഇടതുപക്ഷം അതിന്റെ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത്. ഈ നാട് മുന്നോട്ട് പോകും. ഈ അപകടകാലത്തെയും കേരളം മുറിച്ചു കിടക്കും. പ്രളയത്തെ മുറിച്ചു കിടന്നതുപോലെ ഇപ്പോ പ്രകൃതി നൽകിയ ദുരിതമാണ്, അതിനെ മുറിച്ചു കടന്നു. ഇനി ഇവരുണ്ടാക്കുന്ന കുഴപ്പമാണ്, അതിനെയും ഈ നാട് മുറിച്ചു കിടക്കും. ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അവരുടെ തെറ്റിദ്ധാരണ മാറ്റിക്കൊണ്ട് നമുക്ക് ആ മുറിച്ചു കിടക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ജനകീയ മുന്നേറ്റത്തെ നാടിന്റെ പൊതുമുന്നേറ്റമാക്കി മാറ്റാൻ, രാജ്യത്തിന്റെ രാഷ്ട്രീയത്തെ തന്നെ മാറ്റുന്ന മുന്നേറ്റമാക്കി മാറ്റാൻ സഹായിക്കേണ്ടത് ഇത്തവണത്തെ പുനഃപ്രവേലാ ദിനം അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും മുൻകൈയും ആ സമരങ്ങൾക്ക് ഉണ്ടാവണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ച് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. തുടർന്ന് ഈ സമ്മേളനത്തിൽ മുഖ്യ